ഞാനൊരു 90s കിഡാണ് ആക്ച്വലി. അപ്പോൾ 90s കിഡ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ടെക്നോളജിയുടെ എല്ലാ വളർച്ചയും കണ്ടാണ് നമ്മൾ വളർന്നു വന്നിട്ടുള്ളത്. ആകെപ്പാടെ അറിയാമെന്നുള്ളത് ഇത്രേ ഉള്ളൂ, നീ പഠിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം. ഈ ഒരു കോട്ട് മാത്രം നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉള്ളൂ. മാത്സ് ആണോ ഫിസിക്സ് ആണോ ജീവിതത്തിൻ്റെ സ്പന്ദനം? എല്ലാം അറിഞ്ഞതുകൊണ്ട് ഒരാൾ നല്ലൊരു ടീച്ചർ ആവത്തില്ല. പുറത്തേക്ക് പോകണം, ട്രിപ്പായിട്ട് മാത്രം പോയാൽ മതി, അല്ലാണ്ട് നമുക്ക് അവിടെ പോയി ജീവിക്കണം അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇല്ലായിരുന്നു. പഠിത്തം അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണോ? ഉണ്ടായിരുന്ന നല്ലൊരു ജോലി ഉപേക്ഷിച്ച് ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് ഇറങ്ങിയപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? 100% മാർക്ക് വാങ്ങിച്ചതുകൊണ്ട് ഒരാൾ ലൈഫിൽ വിജയിക്കും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് വേറൊന്നും ഞാൻ ബാക്കപ്പായിട്ട് നോക്കിയിട്ടില്ല. എൻ്റെ അറിവാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. നമസ്കാരം, രംഗു കെ ഹരിദാസ്. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 2018 2 ദമ്പതികൾ ചേർന്ന് ഒരു സംരംഭം തുടങ്ങി. എഞ്ചിനീയറിംഗ് രംഗത്ത് മൾട്ടിനാഷണൽ കമ്പനികളിൽ വർക്ക് ചെയ്ത അവർ ഒരു സംരംഭം തുടങ്ങുകയാണെന്ന് കേട്ടപ്പോൾ വീട്ടുകാരും നാട്ടുകാരും മൂക്കത്ത് വിരൽ വെച്ചു. വലിയ ജോലി വേണ്ടെന്ന് വെച്ച് അവർ തുടങ്ങിയ സംരംഭമായിരുന്നു അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകാൻ കാരണം. കേവലം ട്യൂഷൻ ടീച്ചർമാരായി അവർ മാറുകയാണോ എന്ന് പലരും ആശങ്കപ്പെട്ടു. പക്ഷേ 2018 ശേഷം 2025 ഹൈസ്കൂൾ മുതൽ എഞ്ചിനീയറിംഗ് വരെ വിദ്യാഭ്യാസം നൽകുന്ന, അല്ലെങ്കിൽ അവർക്ക് ട്യൂഷൻ നൽകുന്ന കേരളത്തിലെ നമ്പർ 1 പ്രസ്ഥാനമായിട്ട് അത് മാറി. കേരളത്തിലെ സംരംഭക ലോകത്ത് തന്നെ പുതിയൊരു ചരിത്രം എഴുതുവാൻ അവരെ കൊണ്ട് സാധിച്ചു. ആ സംരംഭകരാണ് ഇന്ന് നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. നമസ്കാരം അരുൺ, പാർവതി. സ്പാർക്കിൻ്റെ വേദിയിലേക്ക് സ്വാഗതം. താങ്ക് യു. നിങ്ങൾ കോട്ടയംകാരാണെന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലായിരുന്നു. കോട്ടയത്ത് എവിടെയാണ് അരുണെ നാട് വരുന്നത്? കോട്ടയത്ത് മാന്നാനത്താണ് ആക്ച്വലി ഞങ്ങൾ താമസിക്കുന്നത്. വിദ്യാഭ്യാസമൊക്കെ കോട്ടയം തന്നെയായിരുന്നു. അതിനുശേഷം കേരള എൻട്രൻസ് എഞ്ചിനീയറിംഗ് എക്സാം എഴുതിയ ശേഷം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിലാണ് എൻ്റെ എഞ്ചിനീയറിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു സംരംഭക കുടുംബമായിരുന്നു അതോ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു ഞങ്ങളുടേത്. സാധാരണ രീതിയിൽ പഠിച്ചു, അവിടെ നിന്ന് എഞ്ചിനീയറിംഗിലേക്ക്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ ഫാമിലിയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു മോട്ടിവേഷൻ മെയിൻലി ഇതാണ്, നീ പഠിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം. സോ പഠിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചുള്ള ബേസായിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. സോ പറ്റുന്നിടത്തോളം പഠിച്ചു, ആ രീതിയിൽ പഠിച്ചത് വൃത്തിയായിട്ട് പഠിച്ചു, അങ്ങനെയാണ് മുന്നോട്ടേക്ക് വരുന്നത്. നാട്ടിൽ പഠിച്ചു, അതിനുശേഷം ഒരു എൻട്രൻസ് കിട്ടി, ഇടുക്കി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ തുടങ്ങി. എഞ്ചിനീയറിംഗിൽ പഠിക്കാൻ തീരുമാനിച്ചു. ഏതായിരുന്നു വിഷയം എഞ്ചിനീയറിംഗിൽ? ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ബേസ്, ബിടെക് ആയിട്ട് എടുത്തിരുന്നത്. അതിനുശേഷം മുന്നോട്ട് ഞാൻ MBA ചെയ്തു. MBA ഇൻഫർമേഷൻ സിസ്റ്റംസിലാണ് ചെയ്തത്. അതിനുശേഷം MTech സൈബർ സെക്യൂരിറ്റി. ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന, പഠിക്കാനും പഠിപ്പിക്കാനും ഇന്നും ഇഷ്ടമാണ്. അപ്പോൾ ഇനി ഞാൻ ഇപ്പുറത്തേക്ക് വരാം. പാർവതി ഉണ്ട്. പാർവതി ഒരു എഞ്ചിനീയറാണ്. പാർവതിയുടെ നാടൊക്കെ ഏതായിരുന്നു? നാട് പെരുവ, മുളക്കുളം എന്ന് പറയും. പിറവം പെരുവ അവിടെയാണ് പഠിച്ചതെല്ലാം. അവിടെ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ എൻട്രൻസ് എക്സാം കഴിഞ്ഞ് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് തന്നെയാണ് ഞാനും പഠിച്ചത്. സെയിം ക്ലാസ് ആയിരുന്നു, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ഞാനും. രണ്ടുപേരും സെയിം ക്ലാസ് ആയിരുന്നു. ഭുജികളായിരുന്നു. ഞാൻ ആവറേജ് ആയിരുന്നു, ഇദ്ദേഹം നല്ല ഭുജിയായിരുന്നു, ക്ലാസ് ടോപ്പർ ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പ്രേമിച്ചൊക്കെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്? എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് കേട്ടോ അത്. ലവ് മാരേജ് ഒന്നും ആയിരുന്നില്ല, അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു. 2012 ഞങ്ങൾ പാസ് ഔട്ട് ആയത്. അതിനുശേഷം ഞാൻ MTech ചെയ്യാൻ പോയി അമൃതയിൽ. ഇദ്ദേഹം ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി. 17 ഞങ്ങളുടെ മാരേജ്. നല്ല ഗ്യാപ്പുണ്ട്, 12ഉം 17ഉം നല്ല ഗ്യാപ്പുണ്ട്. ആയിക്കോട്ടെ. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എത്തുന്നു. ഇടുക്കി പോലെ വളരെ സുന്ദരമായ ഒരു സ്ഥലം, അടിച്ചു പൊളിക്കാൻ കിട്ടിയ ഒരവസരം. അവിടെ എങ്ങനെയായിരുന്നു ജീവിതം? എങ്ങനെയായിരുന്നു എഞ്ചിനീയറിംഗ് കോളേജിൽ? ആക്ച്വലി ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു ഗൈഡൻസിനൊരാളോ അല്ലെങ്കിൽ ഒരു മെൻറ്റർ അങ്ങനെയൊന്നും, ഞാനൊരു 90s കിഡാണ് ആക്ച്വലി. അപ്പോൾ 90s കിഡ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ടെക്നോളജിയുടെ എല്ലാ വളർച്ചയും കണ്ടാണ് നമ്മൾ വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഫസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ പോലെയല്ല. അന്ന് നമ്മളൊരു സ്കൂളിൽ പോയി ഒരു അധ്യാപകൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് മാത്രമാണ് എല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരുന്നത്. ഗൂഗിളില്ല, യൂട്യൂബ് ഇല്ല, സോ യൂട്യൂബ് സ്റ്റഡീസ് ഇല്ല. സോ അന്നത്തെ കാലത്ത് നമുക്കൊരു പ്രോപ്പർ മെൻറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുൾ ആവാം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി അധികം അറിവില്ലായിരുന്നു. ആകെപ്പാടെ അറിയാമെന്നുള്ളത് ഇത്രേ ഉള്ളൂ, നീ പഠിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം. ഈ ഒരു കോട്ട് മാത്രം നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉള്ളൂ. നന്നായി പഠിക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പഠിച്ചു. ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജുകളിലാണെങ്കിലും പഠിച്ചത് ഞാൻ മനസ്സിലാക്കി പഠിക്കാൻ മാക്സിമം ശ്രമിച്ചു. ബിക്കോസ് എങ്കിൽ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് യൂസ് ഉണ്ട്, ഫ്യൂച്ചറിലേക്ക് യൂസ് ഉള്ളതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ രീതിയിലാണ് പഠിച്ചു തുടങ്ങി. ബട്ട് പറഞ്ഞല്ലോ, നമ്മൾ
ടീച്ചിങ് എന്ന് പറഞ്ഞ പ്രൊഫഷൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് എൻജിനീയറിങ് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ആണ്. ഏകദേശം 16 വർഷമായിട്ട് ഞാൻ ടീച്ചിങ്ങിലുണ്ട്. എൻജിനീയറിങ് സെക്കൻഡ് ഇയറിൽ ഈ ഒരു ടീച്ചിങ്ങിലേക്ക് വരാനുള്ള റീസൺ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ഒരു എല്ലാ കഷ്ടതയും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരു ഫാമിലിയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ മെറിറ്റ് സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഹോസ്റ്റൽ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് എടുക്കുക, പുറത്തെടുക്കുക ചെയ്തത്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് മന്ത്ലി ഒരു മെസ് ഫീ ഉണ്ടാവും. ഈ മെസ് ഫീ നമുക്ക് വീട്ടിൽ നിന്ന് അയച്ചു തരും, കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ബട്ട് അതിലൊരു പ്രോബ്ലം ഉണ്ട്, ഉച്ചയ്ക്കത്തെ ഫുഡ് അവിടെ നിന്ന് കിട്ടത്തില്ല. ഉച്ച സമയങ്ങളിലൊക്കെ ഇൻ്റർവെല്ലിന് ടൈമിലൊക്കെ പുറത്തിറങ്ങി നടക്കും. എന്നിട്ട് ആ ഒരു ടൈം കഴിയുമ്പോൾ തിരിച്ച് കയറി വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേർക്കൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ അറിയാം. എൻ്റെ സീനിയേഴ്സിനും കുറച്ച് പേർക്ക് അറിയാം. സീനിയേഴ്സുമായിട്ടൊക്കെ അന്നേരം ഭയങ്കര കമ്പനിയായിരുന്നു. ആ ടൈമിൽ കോളേജ് ലൈഫിൽ സീനിയേഴ്സ് ഭയങ്കരമായിട്ട് ഞങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുറച്ച് സീനിയേഴ്സ് എനിക്ക് ഇടുക്കി പൈനാവിലുള്ള കുറച്ച് വീടുകളിൽ ട്യൂഷൻ എടുക്കുന്നവർ എന്നോട് പറയാം, നീ ഇങ്ങനെ പോയി ട്യൂഷൻ എടുത്ത് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിയർ ബൈ അവിടുത്തെ വീടുകളിൽ ചെല്ലുകയും അവിടെ ക്ലാസ്സുകൾ എടുത്തു തുടങ്ങി. അത് വൈകുന്നേരം 3:30 വരെയാണ് ക്ലാസ്സുള്ളത്. 3:30-ക്ക് ശേഷം ഒരു 6 മണി 7 മണി വരെയൊക്കെ ഇങ്ങനെ വീടുകളിൽ ചെല്ലുന്നു, ഓരോ വീടുകളിൽ ചെല്ലുന്നു. അപ്പോൾ അവർ പറഞ്ഞറിഞ്ഞിട്ട് നിയർ ബൈ അവിടെയുള്ള CBSE ICSE സ്റ്റുഡൻസ് എല്ലാം വരികയും ചെയ്യും. അപ്പോൾ ഇവർക്ക് ക്ലാസ്സുകൾ എടുത്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ക്ലാസ്സുകൾ എടുത്ത് തുടങ്ങുമ്പോൾ ഈ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പഠിക്കാൻ. അതായത് എൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പോർഷൻ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതെന്തിനാണ് പഠിക്കുന്നതെന്നാണ് ആദ്യം അവരോട് പറഞ്ഞു കൊടുക്കുന്നത്. സപ്പോസ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ എടുക്കുന്നു വിചാരിക്കുക. എന്താണ് കറണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ ലൈറ്റിനെ കുറിച്ച് പഠിക്കുന്നു, സൗണ്ടിനെ കുറിച്ച് പഠിക്കുന്നു. ബേസിക്കലി ഞാനൊരു ഫിസിക്സ് ടീച്ചറാണ്. സോ ഫിസിക്സ് എന്ന ആ ഒരു ബേസിൽ നിന്ന് ഞാൻ തുടങ്ങുന്നത് തന്നെ. അപ്പം കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിപ്പിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് പേര് ഇത് മനസ്സിലാക്കി അവിടെ വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് നല്ലൊരു ഇൻകം വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്കൊക്കെ അത്യാവശ്യം നല്ലൊരു പോക്കറ്റ് മണി കിട്ടി തുടങ്ങി. പക്ഷേ കയ്യിൽ കാശൊക്കെ ആയി. ഞാൻ കൂട്ടുകാർക്കൊക്കെ ഫുഡ് മേടിച്ച് കൊടുക്കാൻ തുടങ്ങി. പട്ടണക്കിരുന്നാലും ഇപ്പോൾ എല്ലാവരും സഹായിച്ചു തുടങ്ങി. അതെ, സഹായിച്ചു തുടങ്ങി. അവിടെ നമ്മൾ പറ്റി കടയൊക്കെ ഉണ്ടായിരുന്നു, അവിടെ പോയി എല്ലാം സെറ്റാക്കി. അപ്പോൾ തിരിച്ചറിഞ്ഞു ട്യൂഷനാണ് എൻ്റെ പ്രൊഫഷൻ. ആക്ച്വലി എനിക്കത് മനസ്സിലായത് സ്റ്റുഡൻസിൻ്റെയും പേരൻസിൻ്റെയും ഫീഡ്ബാക്ക് എന്നാണ്. നല്ല രീതിയിലുള്ള ഫീഡ്ബാക്ക്. അതായത് എല്ലാം അറിഞ്ഞതുകൊണ്ട് ഒരാൾ നല്ലൊരു ടീച്ചർ ആവത്തില്ല. അറിയാവുന്നൊരു കാര്യം നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾക്കത് മനസ്സിലായെങ്കിൽ മാത്രമേ നമ്മളൊരു നല്ല ടീച്ചറാണെന്ന് പറയാൻ പറ്റും. പാഠം പഠിപ്പിക്കുന്നവരെല്ലാം അധ്യാപകരല്ല, ആരിൽ നിന്ന് പഠിച്ചു എന്നുള്ളത് അയാളാണ് അധ്യാപകരായിട്ട് കാണുക എന്ന് പറയുന്നൊരു, അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് അവരുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അന്ന് തൊട്ട് തന്നെ എനിക്കൊരു സ്പാർക്ക് ഉണ്ട്. ആക്ച്വലി ഈ ടീച്ചിങ് ആണ് എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു രീതി എന്നുള്ള രീതിയിൽ. അതിനുശേഷം പാസ് ഔട്ടായി. സ്വാഭാവികമായിട്ടും ബുദ്ധിയാണ്, ബുദ്ധിജീവിയാണ്, നല്ല മാർക്കോടെ പാസ് ഔട്ടായി എന്ന് ഞാൻ വിശ്വസിച്ചു. സപ്ലൈ ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇല്ല, സപ്ലൈ ഒന്നും ഇല്ലാണ്ട് പാസ് ഔട്ടായ ഒരു എഞ്ചിനീയർ അത്ഭുത. അപ്പോൾ നമ്മളൊന്ന് കണ്ടുവച്ചേക്കാം. അതിനുശേഷം എന്ത് ചെയ്തു? ജോലി കിട്ടിയോ? ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിയോ? ക്യാമ്പസ് പ്ലേസ്മെൻ്റ് അല്ല. അതിനുശേഷം ഞാൻ ആക്ച്വലി എനിക്ക് MBA പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് MBAയും അതുപോലെ തന്നെ പാരലി MTechഉം ഇത് രണ്ടും എൻ്റെ ഒരു ഫോക്കസ് ആയിരുന്നു. പക്ഷേ ഇനീഷ്യലി ഞാൻ IBMൽ എഞ്ചിനീയറായിട്ട് ജോയിൻ ചെയ്യുന്നു. അതിനു മുമ്പ് ഞാൻ ടീച്ചിങ് ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട് അവിടെ. ഈ എഞ്ചിനീയറിങ് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് പിന്നെ അങ്ങോട്ട് മുഴുവനും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. എന്ത് ചെയ്താലും പാരലലി ടീച്ചിങ് ഉണ്ട്. അപ്പം നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടോ? ആ ടൈമിൽ വലിയ കോൺടാക്ട്സ് ഇല്ല. ലൈക്ക് യൂഷ്വൽ ക്ലാസ്മേറ്റ്സ് അങ്ങനെയുള്ള സംസാരങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ. സോ നമ്മൾ പഠിക്കുന്നതോടൊപ്പം പഠിപ്പിക്കുകയും തുടങ്ങുന്നു. IBMൽ ജോലി ചെയ്യുമ്പോഴും ഈ പഠിപ്പിക്കൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എനിക്ക് IBMൽ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയിട്ടാണ് ജോലി കിട്ടുന്നത്. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തു. പക്ഷേ അപ്പോൾ അവിടുത്തെ ഒരു പ്രഷർ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഫെഡറൽ ബാങ്കിൻ്റെ സപ്പോർട്ടിലായിരുന്നു എനിക്ക് IBMൽ ജോലി കിട്ടിയത്. അവിടെ നിന്ന് നേരെ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിൻ്റെ സ്റ്റേറ്റ് പ്രൊജക്ട് കോർഡിനേറ്ററായിട്ട് എനിക്ക് ജോലി കിട്ടുകയാണ്. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെയാണ് പിന്നീട് കുറേ നാളത്തേക്ക് വർക്ക്. അത് നല്ലൊരു പൊസിഷനായിരുന്നു. നല്ല പൊസിഷനായിരുന്നു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഏകദേശം 2015 ആ റേഞ്ചൊക്കെയാണ്. അപ്പോൾ കുഴപ്പമില്ല. പ്ലസ് ഇൻസെൻറ്റീവ്സ് ഉണ്ടാവും. അത് നമ്മൾ മെയിൻലി കേരളത്തിലുള്ള പല സെൻറ്റേഴ്സിൻ്റെയും ഒരു പ്രൊജക്ട് മാനേജറായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് എങ്കിലും ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല. ബിക്കോസ് എനിക്ക് എൻ്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ പഠിച്ച എല്ലാവരും ആ ടൈം കൊണ്ട് പുറത്തേക്ക് പോവുകയും അവിടെയൊക്കെ സെറ്റിലാവുകയും ചെയ്തു. അതായത് എല്ലാവരും UK, കാനഡ, US ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളാണെങ്കിൽ ഇപ്പോഴും ഈ എറണാകുളം, കേരളം, കൊച്ചിയൊക്കെ അല്ലെ കോട്ടയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. നമുക്ക് അത് ട്രിവാൻഡ്രത്തായിരുന്നു ഞാൻ അന്നേരം വർക്ക്. ദൂരത്തായിരുന്നു. അന്ന് ട്യൂഷൻ എടുക്കുന്നുണ്ട് ആ സമയത്ത്? പാരലലി ട്യൂഷൻ എടുക്കുന്നുണ്ട്. എങ്കിലും എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് നമുക്ക് നാട്ടിൽ തന്നെ ഒരു സംരംഭം തുടങ്ങണം. അത് ഭയങ്കരമായിട്ടുള്ള, അതെ, പുറത്തേക്ക്
പോകണം, ട്രിപ്പായിട്ട് മാത്രം പോയാൽ മതി, അല്ലാണ്ട് നമുക്ക് അവിടെ പോയി ജീവിക്കണം അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇല്ലായിരുന്നു. പുറത്തേക്ക് പോകാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ് ആ ഒരു സമയത്ത്. പക്ഷേ തെരഞ്ഞെടുത്തില്ല. അതിന്റെ ഒരു സ്ട്രെസ്സും ഉണ്ടായിരുന്നു ആ ടൈമിലുണ്ടായിരുന്നു. ഞങ്ങൾ ആരോടും പറഞ്ഞില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഫാമിലിയിൽ നിന്നൊരു പുഷ് ഉണ്ടാവും പോകാനായിട്ട്. പക്ഷെ പുള്ളിക്ക് തീരെ താല്പര്യമില്ല പോകാൻ. അങ്ങനെ അവിടെ നിർത്തി, അവിടെ തന്നെ നിന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചു, അപ്പോൾ വീട്ടുകാരൊക്കെ അപ്പോൾ മകൻ ഒരു രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ കണ്ടു തുടങ്ങിയായിരുന്നു? ആ ടൈമിലാണ് ഞങ്ങളുടെ കല്യാണം നടക്കുന്നത്. കല്യാണമൊക്കെ നടത്തി തന്നു. അതെ. അത് ആ കല്യാണത്തെ കുറിച്ചൊന്ന് പറയാമോ? അത് എങ്ങനെ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വെച്ച് സ്റ്റക്കായി, ഇദ്ദേഹം വേറെ വഴിക്ക് പോയി. ഏത് വഴിക്കാണ് പോയത്? ഞാൻ ഈ ഒരു ടൈമിൽ MBA ചെയ്തായിരുന്നു. MBA ഇൻഫർമേഷൻ സിസ്റ്റംസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒന്ന് റെഡിയായി നിൽക്കുന്ന ടൈമിലാണ് കല്യാണം വരുന്നത്. അതുപോലെ തന്നെ ജോലി ഇതെല്ലാം ഏകദേശം സെറ്റിലായി നിൽക്കുന്ന ടൈമിൽ തന്നെയാണ് തുടങ്ങുന്നത്. അതെ. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എങ്ങോട്ടായിരുന്നു യാത്ര? ഞാൻ അവിടുത്തെ കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ MTech ചെയ്തു. അമൃതയിലായിരുന്നു, കോയമ്പത്തൂർ ക്യാമ്പസിലായിരുന്നു. 2 വർഷം അങ്ങനെ പോയി. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഫൈനൽ ഇയർ ആയപ്പോൾ തന്നെ എനിക്ക് മാരേജ് നന്നായിട്ട് നോക്കുന്നത്. ഞാൻ ഒറ്റ മോളാണ്, ഫാമിലിയിലെ ഏറ്റവും ഇളയാണ് ഞാനാണ്. ഒറ്റ മോളാണ്. പക്ഷേ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിരുന്നു വീട്ടിൽ. എന്നാൽ നല്ല ഫ്രീഡം ഉണ്ട് താനും. അങ്ങനെയായിരുന്നു, എല്ലാത്തിനും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു എൻ്റെ ഫാമിലിയിൽ. എന്ത് ചെയ്യാനും എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ എൻ്റെ കരിയറിലെല്ലാം പോയത്. എല്ലാ ബിടെക്കിനാണെങ്കിലും അത് കഴിഞ്ഞിട്ട് MTech ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ കരിയറെല്ലാം ഞാൻ തന്നെയാണ് ചൂസ് ചെയ്തത്. അതിന് ബാക്ക് ബോൺ ആയിട്ട് 2 പേരൻസും നിന്നു. അവർ നല്ല സപ്പോർട്ടീവായിട്ട് നിന്നു. 50 തന്നെ എനിക്ക് മാരേജ് നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പ്രപ്പോസൽസൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പം അവരെന്തായാലും കെട്ടിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ബ്ലൈൻഡ്ലി ജമ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് അറിയാവുന്ന ഒരാളെ ചൂസ് ചെയ്യണമെന്നായിരുന്നു എൻ്റെയും ആഗ്രഹം. അതായിരുന്നു. ബട്ട് പിന്നെ ഇതുപോലെ മാട്രിമോണി വഴി ആലോചന വന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്ന ആളാണ്. അപ്പോൾ വീട്ടിലും അങ്ങനെ ആലോചിച്ചു. അങ്ങനെ ഫാമിലി വന്നു, നടന്നു. മാരേജ് 2 മാസത്തിനുള്ളിൽ എല്ലാം നടന്നു. അങ്ങനെയായിരുന്നു. പെണ്ണ് കാണാൻ വന്നു, 2 ആഴ്ചക്കുള്ളിൽ എൻഗേജ്മെന്റ്, അതിനടുത്ത മാസം കല്യാണം. അങ്ങനെയായിരുന്നു. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നല്ലോ. അറേഞ്ച്ഡ് മാരേജ്. എൻ്റെ ഫാമിലി പ്രിപ്പയർഡ് ആയിരുന്നു. അതായത് ഒരു നല്ല അലയൻസ് വന്നു കഴിഞ്ഞാൽ അപ്പം നടത്താം എന്നുള്ള ഒരു രീതിയിലായിരുന്നു. എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പാർവതിയായിട്ട് എനിക്ക് ഓൾറെഡി കുറച്ച് നാളത്തെ പരിചയമുണ്ട്. ഞാൻ മനസ്സിലാക്കിയ ആളെ കൂടുതൽ മനസ്സിലാക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത് എനിക്കൊരു സപ്പോർട്ടായിട്ട് എന്നും കൂടെ നിൽക്കുന്നത്, നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് നോക്കേണ്ടത്. അപ്പോൾ അതെനിക്ക് ആ ഒരു ഫീല് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. എല്ലാ കീർക്കത്തരത്തിനും കൂടെ ഉണ്ടാകുമെന്നൊരു വിശ്വാസം. അതെ. അങ്ങനെ കല്യാണം ഏത് വർഷം കഴിഞ്ഞു? 2017. അപ്പോൾ ജോലി ഉണ്ടായിരുന്നോ? കല്യാണത്തിന് ശേഷം ഞാൻ ഡയറക്റ്റ് ജോലി ജോയിൻ ചെയ്യുമായിരുന്നു. എവിടെയായിരുന്നു? മംഗള എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്തു. അപ്പോൾ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നോക്കുമ്പോൾ ഒരു പ്രൊഫസർ ഉണ്ട്, ഒരു നല്ല കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഭർത്താവുണ്ട്, ജീവിതം ഭയങ്കര സ്മൂത്തായിട്ട് ഒരു നാഷണൽ ഹൈവേ പോലെ റൺ ചെയ്യാണ്. അപ്പോൾ എന്താ പെട്ടെന്നൊരു തീരുമാനം എടുക്കാനുണ്ടായ സാധ്യത? എന്നോട് 2018 ഒരു സംരംഭം തുടങ്ങി, എല്ലാം ഉപേക്ഷിച്ച് പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ പിന്നിലെ കാരണം എന്താ? ആക്ച്വലി ഞങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യുകയാണ് അവിടെ ചെയ്തത്. നമുക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ചെയ്തുകൂടാ, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരികയാണ് ചെയ്തത്. ആരാ തീരുമാനം ആദ്യം എടുക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരും മ്യൂച്വലായിട്ടാണ് തീരുമാനം. ഇതിനെപ്പറ്റിയുള്ള പ്ലാൻ ചെയ്യും. മനുഷ്യ വണ്ടിയുടെ EMI എന്ത് ചെയ്യും, പെട്രോൾ എവിടെ നിന്ന് അടിക്കും, ഭക്ഷണം അങ്ങനെ കഴിക്കും ചോദിച്ചില്ലേ? ഒന്നും എടുത്തില്ല. ആയിട്ട് പോകുന്നൊരു സമയത്താണ് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം പിന്നെ EMIക്ക് കുറവൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ 2018 തുടങ്ങുകയാണ് രണ്ടുപേരുടെ. ഞങ്ങൾ ആക്ച്വലി ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങണം എന്നുള്ള പ്ലാനിങ് നേരത്തെ തന്നെ നമ്മളുടെ മനസ്സിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങളുടെ ഏറ്റവും പാഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്. അപ്പോൾ ഈ ടീച്ചിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞങ്ങളുടെ മൈൻഡിലുണ്ട്. ബട്ട് നമ്മൾ കരിയറൊക്കെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് പോകുന്നൊരു യൂഷ്വൽ ഇതുണ്ടല്ലോ, അതിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ജോലിക്കായിട്ട് പല സ്ഥലത്തായിട്ട് പോയത്. പക്ഷേ ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു തീരുമാനം അങ്ങ് എടുത്തു സ്ട്രോങ് ആയിട്ട്, നമുക്ക് നമ്മുടെ നാട്ടിലൊരു സംരംഭം തുടങ്ങണം. ഈ സംരംഭം വഴി വേണം നമ്മളുടെ നാട്ടിൽ തന്നെയുള്ള ഒരുപാട് പേർക്ക് ജോലി കൊടുക്കണം. അതുപോലെ നമ്മളുടെ കുട്ടികളുടെ ആ ഒരു ലേണിംഗ് പാറ്റേൺ, ഇപ്പോൾ പഠിച്ചു വരുന്ന ആ മെമ്മറൈസ് ചെയ്ത് പഠിക്കുന്ന ആ ഒരു രീതി മാറ്റണം, മനസ്സിലാക്കി ഇവരെ പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ വളരെ ചെറിയ രീതിയിലാണെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് പോലെ തുടങ്ങിയതാണ് എഡ്യൂക്കെയർ. 2018 സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെയായിരുന്നു പാർവതി അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്? കാരണം ഒരു ഭാര്യ എന്ന നിലയിൽ പാർവതി എടുക്കുന്നതാണ് വലിയ റിസ്ക്. കാരണം ആൾക്കാർ പറയും പാർവതി വന്നിട്ട് ഭർത്താവിനെ വഴിയടിച്ചു മര്യാദയ്ക്ക് ജോലിയും കൊണ്ട് പോയിരുന്ന മനുഷ്യനാണ് എന്ന് പറയാൻ വലിയ സാഹചര്യമുണ്ട്. കാരണം ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുവാണ്.
എന്തായിരുന്നു ആ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് എങ്ങനെയാണ്? നല്ല സ്ട്രഗിളായിരുന്നു ശരിക്കും. മെൻ്റൽ സ്ട്രഗിൾ കൂടുതലും എനിക്ക് തോന്നുന്നു എനിക്കായിരുന്നു കുറച്ച് കൂടുതലുണ്ടായിരുന്നത്. കാരണം എല്ലാവരും ചോദിക്കുന്നത് നമ്മളോടായിരിക്കുമല്ലോ, ഇതെന്താ നീ ഇതിനെ സപ്പോർട്ട് ചെയ്യാണോ, ലൈക്ക് എന്ത് വിചാരിച്ചിട്ടാണ്, നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ഒന്ന് ആലോചിക്കാത്തത് എന്താണ്, ഒരു കുട്ടിയുണ്ട് ഞങ്ങൾക്ക് അന്നേരം, അറ്റ്ലീസ്റ്റ് തിങ്ക് അബൌട്ട് ഹിം എന്നൊക്കെ ചോദിച്ചിട്ട് ഉണ്ട്. പക്ഷേ ഞാൻ അന്നേരം ശരി ഓക്കെ, എനിക്ക് ഇദ്ദേഹത്തിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അതായത് പുള്ളി ഒരു ഡിസിഷനിലേക്ക് ജമ്പ് ചെയ്യുന്ന ഒരാളല്ല. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ആലോചിച്ച് അതിൻ്റെ എല്ലാം റിസൾട്ട് എന്തായിരിക്കും, പല റിസൾട്ട്സ് പുള്ളി അനലൈസ് ചെയ്യും. ആ ഒരു രീതിയിലാണ് ചിന്തിക്കുക. ഇന്ന ഡിസിഷൻ എടുത്താൽ ഈ രീതിയിലേക്ക് ഇതിൽ പോകും, ഇന്ന ഡിസിഷൻ ആണെങ്കിൽ ഇങ്ങനെ പോകും. അങ്ങനെ എല്ലാ കോഴ്സും പുള്ളി ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണത്. അപ്പം ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ആൻഡ് മോർ ഓവർ എൻ്റെ പേരൻസും കോൺഫിഡൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അവിടെ നിന്ന് എനിക്കൊരു സപ്പോർട്ട് കിട്ടി. എൻ്റെ അച്ഛൻ മെയിൻലി, പുള്ളിക്കും ഇദ്ദേഹത്തിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അമ്മായപ്പം ഭയങ്കര വിശ്വസിക്കുന്ന മരുന്ന്. അതെ 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 തീർച്ചയായിട്ടും. അപ്പം എന്നേക്കാൾ കൂടുതൽ അരുണിലായിരുന്നു വിശ്വാസം. അവൻ്റെ ഡിസിഷൻ, അവന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യുന്നതിനെക്കാട്ടിലും ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നല്ലതായിരിക്കും, കുറച്ചും കൂടെ നല്ലതായിരിക്കും, ഒരു ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിലുണ്ടാവും. അങ്ങനെ മുന്നോട്ട് പോയതാണ്. ഫാമിലി പ്രഷർ ഒബ്വിയസ്ലി ഉണ്ടാവും. ഗ്യാതറിങ്സിലൊന്നും ഞങ്ങൾ അധികം പോകാണ്ടായി. ഞാൻ തീരെ പോവില്ല, കാരണം ഒരു ഏകാന്തവാസമായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ പതുക്കെ ഒന്നൊന്നായി കഴിഞ്ഞിട്ട് നമുക്ക് ഫേസ് ചെയ്യാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവർ പറയും നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും, തീർച്ചയായിട്ടും ചോദിക്കും. ഉണ്ടായിരുന്ന നല്ലൊരു ജോലി ഉപേക്ഷിച്ച് ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് ഇറങ്ങിയപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇത് ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അതായത് ഞാൻ ഇതിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങിയ സമയത്ത് പലരും നമ്മളെ കളിയാക്കിയിട്ടുണ്ട്. നീ ഇത്രയൊക്കെ പഠിച്ച് നീ എന്നിട്ട് ട്യൂഷൻ എടുക്കാൻ പോവാണോ, ആ ഒരു രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു കളിയാക്കലും അതുപോലെ തന്നെ ആ ഒരു തരം താഴ്ത്തലും ഒക്കെ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു. ഞങ്ങൾ 24/7 ഇതിനു വേണ്ടി മാത്രമായിട്ട് നിന്നു. അപ്പോഴും എല്ലാം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നിന്നത് പാർവതിയാണ്. പാർവതി എന്നെ മനസ്സിലാക്കി കൂടെ നിന്നതുകൊണ്ടാണ് ആക്ച്വലി എനിക്ക് ഇതിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റിയത്. നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വൈഫ്, നമ്മളുടെ ലൈഫ് പാർട്ണർ ഉള്ള ഒരാളാണെങ്കിൽ, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ആ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അതെനിക്ക് എക്സ്പീരിയൻസിൽ നിന്ന് പറയാൻ പറ്റും. പാർവതിയുടെ ശ്രീധനൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണോ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്? എല്ലാം അദ്ദേഹത്തിൻ്റെ സേവിങ്സും എൻ്റെ സേവിങ്സും എല്ലാം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ഞങ്ങളുടെ സെക്കൻഡ് ഇതിലേക്ക് വരുമ്പോഴാണ്. ഫസ്റ്റ് സ്റ്റേജിൽ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വന്നത്? ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ അറൗണ്ട് 1 lakh ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഞങ്ങൾ വളരെ ചെറിയ രീതിയിൽ 1 ലക്ഷം രൂപ ഒരു ക്യാപിറ്റലായി വെച്ചുകൊണ്ട് ഒരു ഏരിയ എടുത്ത് പഠിപ്പിച്ച് തുടങ്ങാമെന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംരംഭമാണ് എഡ്യൂക്കെയർ എന്ന് പറയുന്നത്. ആദ്യം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് ആകെപ്പാടെ 5 സ്റ്റുഡൻസ് ഏതാണ്ടേ വന്നിട്ടുള്ളൂ. ഈ 5 പേര് ഉടനെ തന്നെ 50 പേരാവുകയും 100 പേരാവുകയും 500+ എത്തുകയും ചെയ്യുകയാണ് ചെയ്തത്. 2018 തൊട്ട് 2020 വരെ ഈ ഒരു ഗ്രോത്ത്, അതായത് ഓരോ ദിവസവും അഡ്മിഷൻസ് വരുന്നുണ്ടായിരുന്നു. ഈ ഓരോ പഠിച്ചിറങ്ങുന്ന കുട്ടികളും പോയിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു അന്നൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് അഡ്മിഷൻസ് കയറിക്കൊണ്ടിരുന്നത്. നല്ല രീതിയിൽ അഡ്മിഷൻ കയറി. ഞാനൊരു കാര്യം ചോദിച്ചു, 1 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ കെട്ടിടത്തിന് അഡ്വാൻസ് കൊടുക്കണം, അതിനൊരു ഇൻറ്റീരിയറൊക്കെ ചെയ്യാൻ ഈ ഒരു തുക പര്യാപ്തമായിരുന്നു. മിനിമൽ കോസ്റ്റ്, അതായത് ഞങ്ങൾ ബെഞ്ചും ഡെസ്കും അല്ല എടുത്തത്, അതൊരു ഇതാണ്. ഞങ്ങൾ അത്യാവശ്യം നല്ല കെയർ കൊടുക്കുക എന്നുള്ള രീതിയിൽ അവർക്ക് ഒരാൾക്ക് കംഫർട്ടബിളി ക്ലാസ് റൂമിൽ ഇരിക്കണം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കണം. അതിപ്പം അതാണ് ഞങ്ങൾ ഈ ബെഞ്ച് ആൻഡ് ഡെസ്ക് കോൺസെപ്റ്റിൽ ഞങ്ങൾ മാറി. ഒരാൾക്ക് ഒരു ചെയർ അയാൾക്ക് ഇരിക്കാൻ പാകത്തിനൊരു ചെറിയൊരു ഇതുമായിട്ട് അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പം കുട്ടികളെല്ലാവരും അതിൽ കംഫർട്ടബിൾ ആയിരുന്നു. എൻ്റെ ഒരു ബിസിനസ് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ വലുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോകാന്നുള്ള രീതിയിലല്ലായിരുന്നു. അതായത് മിനിമൽ കോസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ. ഇപ്പം നമ്മളുടെ ക്ലാസ് റൂമുകളെല്ലാം സ്മാർട്ട് ക്ലാസ്സസ് ആണ്, ഹൈബ്രിഡ് ക്ലാസ്സസ് ആണ്, AC ക്ലാസ് റൂംസ് ആണ്. കുറച്ച് കുട്ടികളെ ഉള്ളെങ്കിലും നമ്മൾ AC ക്ലാസ് റൂമും സ്മാർട്ട് ക്ലാസ്സസും അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ കെയറും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ ചെയേഴ്സ് കൊടുക്കും, ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കും. 15:1 എന്ന് പറഞ്ഞ രീതിയിലുള്ള ടീച്ചർ സ്റ്റുഡൻറ്റ് റേഷ്യോ ഞങ്ങൾ അതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഓരോ കുട്ടിക്കും ഞാൻ പഠിക്കുന്ന, അല്ലെങ്കിൽ ഒരു പേരൻ്റ് ഒരു സ്റ്റുഡൻറ്റിനെ വിട്ട് കഴിയുമ്പം ആ പേരൻറ്റിന് കൃത്യമായിട്ട് തോന്നുവാണ് ഈ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അവർ ഇന്ന കുട്ടിയെ നോക്കുന്നുണ്ടെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇവരെന്ത് ചെയ്തു, ബാക്കിയുള്ളവരെയും കൂടെ അതിലേക്ക് റെഫർ ചെയ്യുകയും അങ്ങനെ റെഫറൻസ് വഴിയാണ് ഞങ്ങൾ നമ്മൾ പഠിപ്പിക്കുവാണെന്ന് പറഞ്ഞു. നമ്മൾ എന്തെല്ലാം വിഷയങ്ങളായിരുന്നു അതിൽ ഒരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങിയപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? ഞങ്ങൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. ബിക്കോസ് ഞങ്ങൾ എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഈ 3 സബ്ജക്റ്റുകളാണ് ഞങ്ങൾ മെയിൻലി ഇപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്.
ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. ഈ 3 സബ്ജക്റ്റുകളും തറവായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. വേറെ ഒരു സബ്ജക്റ്റിലേക്ക് നമ്മൾ പോയിട്ടില്ല, ഇന്ന് വരെ പോയിട്ടില്ല. എന്ന് സ്റ്റാർട്ട് ചെയ്തു അന്ന് തൊട്ട് ഇന്ന് വരെയും ഈ 3 സബ്ജക്റ്റുകൾ മാത്രമാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ സബ്ജക്റ്റ് എക്സ്പേർട്സിനെ കൊണ്ടുവന്നിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഫിസിക്സ് ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറെയും ഫിസിക്സിൻ്റെ ഫാക്കൽറ്റീസ് ഉണ്ട്, അവരും സബ്ജക്റ്റ് എക്സ്പേർട്സ് ആയിരിക്കും. അതുപോലെ തന്നെ മാത്സ് ഹാൻഡിൽ ചെയ്യുന്നത് പാർവതിയാണ്. കെമിസ്ട്രിക്കും കൺസേൺഡ് ആയിട്ടുള്ള അതിന് ഏറ്റവും ടോപ്പായിട്ടുള്ള ഫാക്കൽറ്റീസിനെ കൊണ്ടുവന്ന ക്ലാസ്സുകൾ എടുക്കുന്നത്. മാത്സ് ആണോ ഫിസിക്സ് ആണോ ജീവിതത്തിൻ്റെ സ്പന്ദനം? ഫിസിക്സ് ആണെന്നാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സയൻസ് ആണ് ആക്ച്വലി ജീവിതമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന എല്ലാ ടെക്നോളജീസിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് ശരിക്കും പറഞ്ഞാൽ സയൻസാണ്. ഈ സയൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് മാത്സ് വരുന്നത്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ആക്ച്വലി അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊക്കെ മതി. ബട്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, അതുപോലെ ട്രിഗ്നോമെട്രി ഇതെല്ലാം പഠിക്കുന്നത്? പലർക്കും കുട്ടികൾക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ ഇത്രയും പഠിക്കണോ, അതിലാണ് അവർ സയൻസിൽ നിന്ന് മാറി നിൽക്കുന്നത്. ബട്ട് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ സയൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പാടുമല്ല. നമ്മളിപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഉണ്ട്. നമ്മൾ ഈ കാണുന്ന എല്ലാ ടെക്നോളജിയുടെയും ബാക്ക്ഗ്രൗണ്ട് ഈ ബേസിക് ഫിസിക്സും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മാത്സും തന്നെയാണെന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും. ഈ 2018 നമ്മൾ തുടങ്ങി, 2018 ശേഷം വളരെ വലിയൊരു ഗ്രോത്തിലേക്ക് പോയി. പിന്നെ എങ്ങനെയായിരുന്നു മുന്നോട്ടുള്ള ഒരു യാത്ര? അത്രമേൽ സിമ്പിളായിരുന്നു? അവിടെ ഒരു ബ്രേക്ക് വന്നത് ശരിക്കും കോവിഡിൻ്റെ ഒരു ടൈമിലാണ്. പെട്ടെന്നൊരു ലോക്ക്ഡൗണും കാര്യങ്ങളും വന്നപ്പോൾ മൊത്തം ഷട്ട് ഡൗൺ ആയി. ഞങ്ങൾക്കും ഓഫ്ലൈൻ ക്ലാസ്സസ് കംപ്ലീറ്റ്ലി ഒഴിവാക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഓൺലൈനിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അവിടെ നിന്നാണ്. ഈ ക്ലാസ്സസ് എല്ലാം നമ്മൾ ഓൺലൈനിലേക്ക് മാറ്റി. കാരണം വേറെ വഴിയില്ല. അതെ, വേറെ വഴിയില്ല. കാരണം ഓൾറെഡി നമുക്ക് അന്നേരം കുട്ടികളുണ്ട്, നമ്മൾക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ഈ നോളജ് ഡെലിവർ ചെയ്ത് കൊടുക്കണമല്ലോ. അങ്ങനെ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറുമായിരുന്നു. ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ പോയി. വിചാരിച്ചത്ര ബുദ്ധിമുട്ട് അന്നേരം ഉണ്ടായില്ല. അന്നേരം കുട്ടികൾ കൂടുതൽ വന്നതേ ഉള്ളൂ. ആ സമയത്താണ് നമുക്ക് എബ്രോഡ് സ്റ്റുഡൻസിനെ കുറച്ച് കോട്ടയത്ത് നിന്ന് നമ്മൾ വളർന്നു. അതെ അതെ, കോട്ടയത്ത് നിന്ന് മാറി വീണ്ടും പിന്നെ എറണാകുളം, കോഴിക്കോട് അവിടെ നിന്നുള്ള കുട്ടികൾ വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പുറത്തു നിന്നുള്ള കുട്ടികൾ, എനിക്ക് തോന്നുന്നു UK, US, അതുപോലെ ഹോങ്കോങ്, കാനഡ, അവിടെ നിന്നെല്ലാം ഉള്ള കുട്ടികൾ നമുക്ക് അവിടെ അങ്ങനെ കിട്ടി. നമ്മൾ ഇവിടുത്തെ സിലബസ് മാത്രമല്ല, അത് ഓസ്ട്രേലിയൻ സിലബസ്, ഹോങ്കോങ് സിലബസ്, അങ്ങനെ ഡിഫറെൻറ്റ് സിലബസ് വേറെ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കും ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. അപ്പോൾ അവരും റെഫർ ചെയ്യാനുണ്ട്, ബിക്കോസ് അവർക്ക് കുറച്ചും കൂടെ മനസ്സിലാവുന്നുണ്ട്. അതായത് സിലബസ് ഡിഫറെൻ്റ് ആണെങ്കിലും കൺസെപ്റ്റ്സ് സെയിം ആണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു ടീച്ചിങ് മെത്തേഡ് അതവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അങ്ങനെ ഞങ്ങൾക്ക് കുറേ റെഫറൻസ് കിട്ടുകയും ചെയ്തത്. കോവിഡിൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളെല്ലാം പ്രശ്നത്തിലായപ്പോൾ നിങ്ങൾക്കൊരു ഗ്രോത്ത് ആയിരുന്നു. ആക്ച്വലി ആ ഒരു ടൈമിൽ നമ്മൾ എടുത്ത ആ ഒരു ഡിസിഷൻസ് ആണ് ഇപ്പോഴും നമ്മളുടെ ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഇപ്പം നമുക്ക് ഒരേ ടൈം ഓഫ്ലൈൻ ക്ലാസ് പോകുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ് പോകുന്നുണ്ട്, പുറത്തുനിന്നുള്ള എബ്രോഡ് സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സുകളും പോകുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞാൽ 2018 ജോലി രാജിവെക്കാൻ എടുത്തൊരു തീരുമാനം, 2020 ഓൺലൈൻ ആക്കാൻ എടുത്തൊരു തീരുമാനം, അതിനുശേഷം ഈ ഓൺലൈനിൽ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തോ ഈ ഒരു കാര്യങ്ങൾ? എങ്ങനെയായിരുന്നു പിന്നീടുള്ള യാത്ര? എങ്ങനെയായിരുന്നു? ആക്ച്വലി ഇത് അത്ര ഈസി ആയിരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ആൾക്കാരുടെ ഇടയിൽ നിന്നുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള, എല്ലാവരും അല്ല എങ്കിലും ഇങ്ങനെ നിങ്ങൾ ട്യൂഷൻ എടുത്ത് തുടങ്ങണോ അല്ലെങ്കിൽ എൻട്രൻസിലേക്ക് സ്വിച്ച് ചെയ്യണോ, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ച് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിൽ സാധാരണ ഒരു ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ച് എങ്ങനെയാണ്, ഞായറാഴ്ചയെങ്കിലും ഓഫ് ഉണ്ടാവും. നമുക്ക് ഓഫ് എന്ന് പറഞ്ഞ സംഭവമില്ല. ഞങ്ങൾ എല്ലാ ദിവസവും വർക്ക് ചെയ്യുവാണ്, എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ തോട്ട് പ്രോസസ്സ് മുഴുവൻ എഡ്യൂക്കെയറാണ്. സോ ഇതിലെങ്ങനെ കുട്ടികൾക്ക് നല്ല ക്ലാസ് ഡെലിവർ ചെയ്യാം, ഏത് രീതി സമയം. രാത്രിയിലൊക്കെ ഞാൻ ഏകദേശം വെളുപ്പിന് രാവിലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് വൈകിട്ട് ഒരു 12 മണി വരെയൊക്കെ ഇരുന്ന് പഠിപ്പിച്ച ഒരുപാട് ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. ആ ടൈമിലൊക്കെ കണ്ടിന്യൂസ് ഇരുന്ന് ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. ബിക്കോസ് നമുക്കിതൊരു ഇഷ്ടമായതുകൊണ്ട് മടുപ്പ് തോന്നുന്നില്ല. ഒരു കുട്ടി പഠിക്കുമ്പോൾ അവനത് മനസ്സിലാവുന്നെന്ന് അറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം, അതാണ് ആക്ച്വലി ഞങ്ങളുടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇതേ രീതി തന്നെ കണ്ടിന്യൂ ചെയ്തു. കോവിഡിന് ശേഷം എന്ത് ചെയ്തു? കോവിഡിന് ശേഷം വീണ്ടും നമ്മൾ 2021 ഏകദേശം പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. എപ്പോഴാണോ നമുക്കൊരു ഇൻഫർമേഷൻ വന്നായിരുന്നു അല്ലേ, അത് ഗവൺമെൻറ് പറയുവാണ് ഇനി സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ടൈമിലാണ് ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. മാന്നാനത്ത് മാത്രമാണ് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പതിയെ സ്റ്റാർട്ട് ചെയ്യുന്നു, കുട്ടികളൊക്കെ ആയി വരുന്നു. അങ്ങനെ വരുന്ന ടൈമിലാണ് ലൈഫിൽ വേറൊരു ട്രാജഡി വരുന്നത്. അത് പാർവതി ഏകദേശം പാരലൈസ്ഡ് ആവുന്ന രീതിയിലേക്ക് എത്തി. എന്തു പറ്റി? അത് എനിക്കൊരു ബാക്ക് പെയിൻ നേരത്തെ തൊട്ടുണ്ടായിരുന്നതായിരുന്നു.
ഒരു L3 L4 അതിന് ഇടയിലേക്ക് ഡിസ്ക് ബൾജിങ് ആയിരുന്നു. അപ്പം ഒരു നെർവ് കയറി ജാമായി. എങ്ങനെയായിരുന്നു അത് വരുന്നത്? കോവിഡിന് ശേഷം ഓൺലൈൻ ക്ലാസ്സാണ് ഞങ്ങൾ കൂടുതൽ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇരുന്നുള്ള വർക്കാണ് കൂടുതലും. അപ്പോൾ മോർണിംഗ് തൊട്ട് ഈ പറഞ്ഞ പോലെ ഒരു ലേറ്റ് നൈറ്റ് വരെ കംപ്ലീറ്റ് ഇരിക്കും, ഇടയ്ക്ക് മാത്രം ഒന്ന് എഴുന്നേറ്റ് പോയി, അങ്ങനത്തെ ഒരു റുട്ടീനായിരുന്നു എൻ്റേത്. ആ ഒരു സമയത്ത് തന്നെയായിരുന്നു എൻ്റെ സെക്കൻഡ് ഡെലിവറിയും. ഞങ്ങൾക്ക് ഇളയ കുട്ടി ഉണ്ടായി. അപ്പോൾ അവനൊരു 9 months ആയ ഒരു ടൈമിൽ ഒരു ചെറിയൊരു ഇൻസിഡൻ്റ് ആണ് ആക്ച്വലി അത്. ഈവനിങ് തൊട്ട് സിവിയർ പെയിൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം വേദന നടുവിനല്ല, കാലിനാണ് വേദന. അപ്പോൾ കാലുവേദനയായിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നു, ഇഞ്ചക്ഷൻ എടുക്കുന്നു, രാവിലെ 2 ഇഞ്ചക്ഷൻ, ഉച്ചയ്ക്ക് ഇഞ്ചക്ഷൻ, വൈകുന്നേരം ഇഞ്ചക്ഷൻ. പക്ഷേ ഇതൊന്നും എഫക്റ്റീവ് ആവുന്നില്ല, കുറയുന്നേ ഇല്ല. അങ്ങനെ ഒരു നടുവിന് ബുദ്ധിമുട്ടില്ല, നടുവിനൊരു കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ടും നടുവിനില്ല. അപ്പോൾ കാലുവേദനയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ്, അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് നടക്കുന്നത്. ഒരു ദിവസം വൈകുന്നേരം ഞാനിങ്ങനെ ഡൈനിങ് റൂമിൽ നിന്ന് ബെഡ്റൂമിലേക്ക് നടന്ന് പോകുന്ന വഴി പെട്ടെന്ന് അവിടെ വീണു. എഴുന്നേക്കാൻ പറ്റുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല അടുത്ത്. എഴുന്നേക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആരെയും വിളിക്കാനും പറ്റുന്നില്ല, എന്തോ അറിയില്ല, ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. എങ്ങനെയൊക്കെയോ ഞാൻ ബെഡ്റൂമിലെത്തി, കട്ടിലിൽ എങ്ങനെയോ പിടിച്ച് കയറി കിടന്നു. എന്നിട്ട് ഞാൻ ഫോൺ എടുത്ത് അമ്മയെ വിളിച്ചു. അപ്പോൾ കുട്ടികളെ 2 പേരുമായിട്ട് അമ്മ പുറത്ത് നിൽക്കുക. പെട്ടെന്ന് ഓടി വന്നു, എന്താ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. എന്താ നീ പറയുന്നത്, എഴുന്നേക്കാൻ പറഞ്ഞു. എനിക്ക് പറ്റുന്നില്ല, പെട്ടെന്ന് ബെഡ് ഇടാൻ ആയിപ്പോയി, പറ്റുന്നേ ഇല്ല, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. പെയിനാണ്, പൊങ്ങുന്നില്ല ദേഹം, ഒരു തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ ഒന്നും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. പിന്നെ വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നു, അഡ്മിറ്റായി. ഇമ്മീഡിയറ്റ്ലി സർജറി വേണമെന്നാണ് അവർ പറയുന്നത്. സർജറി എന്നൊക്കെ കേട്ടപ്പോൾ നമ്മളൊന്ന് പാനിക്കായിപ്പോയി. പക്ഷെ വേറൊരു ഓപ്ഷൻ അവർ പറയുന്നില്ല. എഴുന്നേറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ സർജറി ചെയ്യണം, അല്ലെങ്കിൽ നടക്കില്ല, അങ്ങനെ തന്നെ പറഞ്ഞു. കാരണം ജാമായി, അതായത് വെയിൻ ഡിസ്കിൽ ജാമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കാലിലേക്കുള്ളത് ബ്ലോക്കായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പാരലൈസ്ഡ് എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നത്. അതായത് ആൾക്ക് എഴുന്നേക്കാനോ നടക്കാനോ ഒന്നും പറ്റില്ല, ഫുള്ളി ബെഡിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. അതെ. അപ്പോൾ എൻ്റെ മോൻ അന്നേരം ഇതുപോലെ 10 months ഉള്ളൂ പ്രായം, രണ്ടാമത്തെ കുട്ടിക്ക്. അപ്പം ശരിക്കും പിന്നെ ഞാൻ പറഞ്ഞു ചെയ്യാം, കാരണം വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അങ്ങനെ ചെയ്തു. അതും ഒരു വല്ലാത്തൊരു ഡിസിഷനായിരുന്നു ലൈഫിൽ. ഞങ്ങൾ എടുത്ത ഒരു മെയിൻ ഡിസിഷൻ തന്നെയായിരുന്നു സർജറിയിലേക്ക് പോയത്. അതും ഏകദേശം 1 വർഷക്കാലത്തോളം ഒന്നും ചെയ്യാൻ പറ്റാതെ ബെഡിൽ കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ആ ടൈമിലാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ക്ലാസ്സുകൾ നടക്കണം, ആളവിടെ ഡൗൺ ആണ്. അപ്പോൾ ആ ഒരു മെന്റൽ പ്രഷർ ആ ഒരു ടൈമിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ബിസിനസ് വിട്ടില്ല, ഇത് നിർത്തി പോകണം എന്നൊക്കെ പലരും നമ്മളെടുത്ത് പറഞ്ഞു. നീ ഇതിലേക്ക് മാറ്, അല്ലെങ്കിൽ പുറത്തേക്ക് പോകും, ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് സംസാരിച്ചു. ബട്ട് ആ ടൈമിൽ എനിക്ക് മൈക്രോസോഫ്റ്റിൽ പ്ലേസ്മെന്റ് കിട്ടുന്നത്, ബട്ട് അതിലും ഞാൻ പോയില്ല, ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. നമ്മളുടെ ഒരു സംരംഭമാണ് ഇത്, പറ്റുന്നിടത്തോളം നന്നായിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ അതിൽ തന്നെ നിന്നു. അപ്പൊ എന്ത് ചെയ്തു? ഈ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ശരിയായി കാര്യങ്ങൾ? ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം തന്നെ നടക്കാൻ പറ്റി. അപ്പം അതൊരു കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ വന്നിട്ട് നമുക്ക് ഭൂമിയിൽ കാല് ചവിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ഏറ്റവും ഭയങ്കര സന്തോഷകരമായ ഒരു മൊമെന്റ് ആണ്. കാരണം ഒരടി വെച്ചാൽ പോലും ജീവിതം കൈയടക്കിയ പോലെയാണ്. ശരിക്കും അതുപോലെയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഹോസ്പിറ്റലിൽ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഇല്ല, ഞാനും എൻ്റെ വല്യമ്മയും മാത്രമേ ഉള്ളൂ, വേറെ ആരെയും കാണുന്നില്ല. കോവിഡ് ആയതുകൊണ്ട് തന്നെ അലൗഡ് അല്ല അവിടെ, പേഷ്യൻറ്റിൻ്റെ കൂടെ ഒരൊറ്റ ബൈസ്റ്റാൻഡർ. അപ്പോൾ ഇദ്ദേഹത്തെ കാണുന്നുമില്ല. നമ്മൾ ഫോണിൽ കൂടിയാണ് ഇങ്ങനെ കോൺവെർസേഷൻ മൊത്തം പോകുന്നത്. എന്താണെങ്കിലും ഞങ്ങൾക്ക് നല്ല രീതിയിൽ അതിനെ സർവൈവ് ചെയ്യാൻ പറ്റും. എത്ര നാളെടുത്തു ടോട്ടലി ഒന്ന് തിരിച്ചു വരാൻ? 6 months ശരിക്കും എടുത്തു. 3 മാസം കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു. 6 months കൊണ്ട് ഞാൻ അത്യാവശ്യം നടന്ന് ഒന്നും ചെയ്യാൻ പാടില്ല എന്നല്ലേ പറയുന്നത്? അതെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. 6 മാസം ആൾക്ക് ബെഡ് ഒന്ന് പ്രോപ്പറായിട്ട് എഴുന്നേക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ. അതൊരു ഇല പോലും എടുക്കരുതെന്നാണ് ഇല പോലും എടുക്കാൻ പാടില്ല. കാരണം അത് ഏത് രീതിയിലാണ്, കാരണം നട്ടെല്ലിന്റെ ഒരു പോർഷൻ മുറിച്ച് കളയുക എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ലല്ലോ. ആക്ച്വലി പാർവതി ഒന്ന് അപ്പായി പ്രോപ്പറായിട്ട് വരുന്ന 1 വർഷത്തിന് ശേഷമാണ്. കാര്യം ചോദിച്ചത് ഇതൊരു വലിയൊരു ട്രോമ കാലമാണ്. കുട്ടിക്ക് 9 മാസം, അതുവരെ ഭർത്താവിനോട് 24 hours നിൽക്കുന്നു, ഭർത്താവിനെ കാണാൻ കിട്ടാത്ത സാഹചര്യം. എന്തായിരുന്നു അപ്പോഴത്തെ ഒരു മാനസിക സാഹചര്യം? എന്തായിരുന്നു? പ്രഷർ ഉണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കുട്ടികളും മാറി നിൽക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിന്ന ആൾക്കാർ, കുട്ടികൾ ഒരു സ്ഥലത്ത്, ഹസ്ബൻഡ് ഒരു സ്ഥലത്ത്, ഞാനൊരു സ്ഥലത്ത്, അങ്ങനെ ഞങ്ങൾ 3 സ്ഥലങ്ങളിലായിട്ട് ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. പക്ഷെ അന്നേരവും ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, ഞങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ. എന്തൊക്കെ പറഞ്ഞാലും
നമുക്കിതിനെ ഓവർകം ചെയ്ത് വരാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഭയങ്കര എനിക്ക് വിശ്വാസമായിരുന്നു ഇദ്ദേഹത്തിൽ. അന്നേരം ഇതുപോലെ ജോബ് ഓഫർ വന്നപ്പോൾ ഫാമിലി പറഞ്ഞു നീ പറയ്, കാരണം ഞാനാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെന്നായിരുന്നു എല്ലാവരും പറയുന്നത്, നീ കാരണം എന്ന്. പക്ഷേ എന്താ പറയുക, എന്തോ അറിയില്ല, ദൈവനിശ്ചയമായിരിക്കും. ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ഒരു ഉള്ളിൽ നമ്മുടെ പറയില്ല, ഉള്ളിലിരുന്ന് ആരോ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാണ് നിങ്ങളുടെ വഴി, നിങ്ങൾ ഇതിലേക്കൂടെ പോകൂ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ മുന്നോട്ട് പോയി. സർവൈവ് ചെയ്തോ? അത് രണ്ടാമതൊരു റീ ഓപ്പണിംഗ് ആണ്, മെൻ്റലി ഓക്കെ അല്ല, കുട്ടികളുടെ അടുത്ത് പോകണം, ഭാര്യയുടെ അടുത്ത് വരണം, അപ്പുറത്ത് സ്ഥാപനത്തിൽ പോകണം, 3 ഉത്തരവാദിത്തങ്ങൾ തലയിലായി. അവിടെയാണ് ആക്ച്വലി നമ്മൾ ആ പാഷൻ ഫോളോ ചെയ്തതിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത്രയും പ്രഷറുകളുണ്ടെങ്കിലും ഞാൻ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ ഞാൻ വേറെ ആളാണ്. അതായത് എൻ്റെ സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ അവർക്ക് എന്താണോ ഞാൻ പഠിപ്പിക്കാൻ കയറിയത് അത് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ അവർക്ക് ആ ഒരു കാര്യം ക്ലിക്കാക്കി കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ നോക്കാറ്. സോ ആ ഒരു ടൈമിൽ എനിക്ക് ഇതിൽ നിന്നെല്ലാം മാറി ഞാൻ പ്രോപ്പർ ഒരു അധ്യാപകനായിട്ട് മാറും. അതിനുശേഷം ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് പിന്നെയും ഫാമിലിയുടെ കാര്യങ്ങൾ മാക്സിമം. ആ ടൈമിൽ ഫുൾ ഓട്ടമായിരുന്നു, വീട്ടിൽ വരുന്നു, അതുപോലെ തന്നെ കുട്ടികളുടെ അടുത്ത് പോകണം, അതുപോലെ തന്നെ സ്ഥാപനത്തിൽ ചെല്ലണം. ഇങ്ങനെ ആ ഒരു ടൈമിൽ വേണമെങ്കിൽ 24 hours എന്നും പറയാം, ആ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് കയറി വരുന്നത്. പക്ഷേ ആ ഒരു വർഷം കൊണ്ട് തന്നെ വീണ്ടും കുട്ടികൾ കയറി വരികയും ഓൺലൈനും ഓഫ്ലൈനും രണ്ടും സ്റ്റാർട്ട് ചെയ്തു, പ്രോപ്പറായിട്ട് ക്ലാസ്സുകൾ നടക്കാൻ തുടങ്ങി. ആ ഒരു വർഷം കൊണ്ട് തന്നെ നമ്മൾ അടുത്ത സ്റ്റാർട്ടപ്പിലേക്ക് തുടങ്ങുകയും ചെയ്തു. എൻട്രൻസിന്റെ ഫസ്റ്റ് ബാച്ച് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഭയങ്കര കരുത്തോടെ നേരിട്ടവരാണ്. ഫാക്കൽറ്റീസിനെ സെലക്ട് ചെയ്യുന്നത് ഒന്ന് സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്കിൻ്റെ അകത്ത് വലിയൊരു ഫാക്ടറാണ്. അതായത് നമ്മളുടെ ക്ലാസ്സിലിരിക്കുന്ന സ്റ്റുഡൻസിന് ഈ അധ്യാപകൻ്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ ക്ലാസ് ഇഷ്ടപ്പെടണം. അതായത് നമുക്ക് വരുന്ന സ്റ്റുഡൻസാണ് നമ്മളുടെ മെയിൻ, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റുഡൻസിനെയാണ്. അപ്പോൾ അവരെ എത്രത്തോളം അല്ലെ ഒരു കുട്ടി അവിടെ അഡ്മിഷൻ എടുത്ത് വന്നിരിക്കുന്നു, അവനൊരു സബ്ജക്റ്റ് ഒരുപക്ഷെ ഇൻട്രസ്റ്റഡ് അല്ല, അവൻ അതിനകത്ത് ബാക്ക് ആയതുകൊണ്ടായിരിക്കാം വരുന്നത്, അവനെ അതിൽ ഏറ്റവും അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളവിടെ വന്നിട്ടുള്ള കുട്ടികളിൽ ട്യൂഷൻ്റെ മാത്രമല്ല എൻട്രൻസിൻ്റെ ആണെങ്കിലും വളരെ ചെറിയ രീതിയിൽ, അതായത് നിന്നെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് വിട്ട് അതിലൊരു ബിലോ ആവറേജ് എന്ന് പറഞ്ഞ പല കുട്ടികളെയും 95+ ബോർഡ് എക്സാമിൽ സ്കോർ ചെയ്യിക്കാൻ പറ്റി, അതും ICC സിലബസിൽ. അപ്പോൾ അതൊക്കെ ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു. ആ കുട്ടികളുടെ പേരൻസ് ഇപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ട്. ഈ പഠിപ്പിച്ച എല്ലാ കുട്ടികളും ഇപ്പോൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡുകളിലാണ് വർക്ക് ചെയ്യുന്നത്, അവർ ഇപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു. 2018 നല്ല ജോലി ഉണ്ടായിരുന്ന 2 എഞ്ചിനീയർമാർ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് തുടങ്ങിയ ഒരു സ്ഥാപനമായിരുന്നു എഡ്യൂക്കെയർ. നുള്ളിപ്പറക്കിയെടുത്ത 1 ലക്ഷം രൂപയായിരുന്നു നിങ്ങളുടെ മുടക്ക് മുതൽ. നിങ്ങൾ 2 പേര് തന്നെയായിരുന്നു എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരുന്നവർ. ഇന്ന് എഡ്യൂക്കെയറിൻ്റെ വലിപ്പം എന്താണ്? ആ സാമ്രാജ്യം എത്ര വലുതാണ്? ഞങ്ങൾക്കിപ്പോൾ ഓഫ്ലൈനായിട്ട് 3 സെൻറ്ററുകളാണുള്ളത്. കോട്ടയത്ത് 2 സെൻറ്റേഴ്സും കൊച്ചിയിൽ പുതിയതായിട്ട് നമ്മളൊരു ഹെഡ് ക്വാർട്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. 3 സെൻറ്റേഴ്സുണ്ട്. ഏകദേശം 150+ ഫാക്കൽറ്റീസ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഏകദേശം 5000-ലധികം സ്റ്റുഡൻസിനെ സാറ്റിസ്ഫൈഡ് ആയിട്ട് പഠിപ്പിച്ച് വിടാൻ ഞങ്ങൾക്ക് സാധിച്ചു. 2018 മുതൽ എത്ര രാജ്യങ്ങളിലുള്ള കുട്ടികളെയെന്നും കൂടെ പറയാൻ പറ്റും? ഞങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ഉള്ളത് UK, US, കാനഡ, ഹോങ്കോങ്, ഖത്തർ, UAE, ഇറ്റലി, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളുണ്ട്. ഇത്രയും കുട്ടികളെ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഒരു പ്രൗഡ് അധ്യാപകരാണ് രണ്ടുപേരും. തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര പ്രൗഡാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരുമിച്ചുള്ള യാത്ര തുടങ്ങിയിട്ട് 2 അനുഭവങ്ങളുണ്ട്. ഒന്ന്, 1 വർഷം പിരിഞ്ഞിരുന്നിട്ടുണ്ട്, ബാക്കിയുള്ള വർഷങ്ങളിൽ മുഴുവൻ കൂടെ ചേർന്ന് പോയിട്ടുണ്ട്. 24 മണിക്കൂറും കൂടെയുണ്ട്. വീട്ടിൽ വന്നാലും ഭാര്യനെ സഹിക്കണം, ഭാര്യയ്ക്ക് ഭർത്താവിനെ സഹിക്കണം, ഓഫീസിൽ പോയാലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കണം. ഇത് പലപ്പോഴും ചില ആൾക്കാർ പറയാറുണ്ട് അത് അത്ര എളുപ്പമുള്ള കാര്യമില്ലെന്ന്. ചിലർ പറയാറുണ്ട് ഭയങ്കര സന്തോഷകരമായ കാര്യമാണെന്ന്. 2 അഭിപ്രായങ്ങളുള്ളവരുണ്ട്. എന്താണ് ഭാര്യയും ഭർത്താവും ഒരുമിച്ചൊരു സംരംഭത്തിൽ വന്നാൽ അത് ഗുണമാണോ ദോഷമാണോ എളുപ്പമാണോ പാടാണോ എന്താ? ആദ്യം അരുൺ പറയട്ടെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ അഭിപ്രായം. ആക്ച്വലി എഡ്യൂക്കെയറിൽ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പാർവതി തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്നതും പാർവതി തന്നെയാണ്. ആൾക്ക് ബാക്ക് ബോണിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ എൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് ആൾ തന്നെ എപ്പോഴും ഉണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മളെടുക്കുന്ന ഓരോ ഡിസിഷൻസും ആൾക്ക് മനസ്സിലാവും. ഞാൻ എന്തുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് ആൾക്കറിയാം. അതാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്.
എന്നെ മനസ്സിലാക്കാത്ത ഒരാൾക്ക് ഒരു പക്ഷേ എൻ്റെ കൂടെ ഇത്രയും ഇങ്ങനെ നിൽക്കാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. ബിക്കോസ് നമ്മൾ ബിസിനസ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടി വരും, ഒരുപാട് മാറ്റങ്ങളുണ്ടാവും, പല സ്ട്രഗ്ലിങ് ഫേസസ് ഉണ്ടാവും. ഇതിലൊക്കെ നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കും നമ്മളുടെ ലൈഫ് പാർട്ണർ എന്ന് പറയുന്നത്. സോ അതിൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഭയങ്കര ലക്കിയാണ് പാർവതി കൂടിയുള്ളത്. പാർവതിക്ക് ഇതിനേക്കാളും വലിയൊരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. പാർവതിക്ക് അരുണിനെ കുറിച്ച് എന്താ പറയാനല്ലേ? ശരിക്കും എല്ലാവരും ചോദിക്കും എപ്പോഴും എന്തിനും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. അതിന് ഫാമിലി ഫംഗ്ഷൻ ആണെങ്കിലും മീറ്റിംഗ്സിനാണെങ്കിലും എന്താ പറയുക, എഡ്യൂക്കേർ ഈസ് ലൈക്ക് എ ഫാമിലി ഫോർ us. ഞങ്ങളുടെ ഒരു ഫാമിലി ആയിട്ട് തന്നെയാണ് ഞങ്ങൾ എഡ്യൂക്കേറിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെ എല്ലാ ഡിസിഷൻസും ഞങ്ങൾ ഒരുമിച്ചാണ് എടുക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അഡ്വാൻറ്റേജ് ആണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഫാമിലിയിലായിരുന്നെങ്കിൽ ഞാനത് ഓരോന്നും പറഞ്ഞ് മനസ്സിലാക്കാനിരിക്കണം എൻ്റെ പാർട്ട്ണറെ. ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വരുന്നില്ല. കാരണം ഓഫീസിലെ ഇഷ്യൂസ് ആണെങ്കിലും ഫാമിലിയിലെ കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയാവുന്ന കാര്യമാണ്. അതിലൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതേ ഞങ്ങളുടെ ടാസ്ക് ആയിട്ട് വരുന്നുള്ളൂ. ഞങ്ങളുടെ അടുത്ത് വരുന്ന ഓരോ സ്റ്റുഡൻറ്റിനും ഞങ്ങളെ രണ്ടുപേർക്കും അറിയാം, ഞങ്ങളെ രണ്ടുപേരും അവർക്കും അറിയാം. ഞങ്ങളുടെ ഒരു മക്കളെ പോലെയാണ് ശരിക്കും ഞങ്ങളുടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ ഞങ്ങളെ കാണുന്നതും ആ ഒരു ഫീലിംഗിലാണ്. അപ്പോൾ ഞങ്ങളോട് എന്ത് കാര്യവും വന്ന് ഓപ്പൺ ആയിട്ട് പറയും. ചിലപ്പോൾ വീട്ടിൽ പറയാത്ത കാര്യങ്ങൾ വരെ ഞങ്ങളുടെ അടുത്ത് വന്ന് ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ട കരിയർ ഗൈഡൻസ് കൊടുക്കും, അവർക്ക് വേണ്ട മെൻ്റൽ സപ്പോർട്ട് കൊടുക്കും. അപ്പം ഞങ്ങളുടെ തന്നെ ഒരു ടീച്ചേഴ്സാണ് ഇവരെന്നുള്ള ഫീല് ഞങ്ങൾക്ക് അവർക്ക് കിട്ടാറുണ്ട്. അവർ വന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് നമ്മളൊരു ഫാമിലി ആയതുകൊണ്ടാണ് പറ്റുന്നത്. അതായത് അരുൺ സാറിൻ്റെ അടുത്തും അല്ലെങ്കിൽ പാർവതി മിസ്സിൻ്റെ അടുത്തും ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് വീട്ടിലേക്ക് എത്തുമ്പോഴാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ വീട്ടിലെ കാര്യങ്ങളിൽ എളുപ്പമായി തീരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിവിടെ പറഞ്ഞു പോന്നപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാനൊക്കെ സ്പടികം സിനിമ കണ്ട കാലം തൊട്ട് കണക്കാണ് സ്പന്ദനം നടപ്പോൾ നിങ്ങൾ സയൻസാണ് സ്പന്ദനം എന്ന് പറഞ്ഞ ആൾക്കാരാണ്, ചാക്കോ മാഷ വരെ തിരുത്തിയ ആൾക്കാർ. അപ്പോൾ എന്താണ് നിത്യജീവിതത്തിലെ സയൻസ് എന്നൊന്ന് പറയാൻ പറ്റുമോ? ആക്ച്വലി നമ്മൾ കാണുന്ന ടെക്നോളജിയുടെ എല്ലാം ബേസ് സയൻസ് ആണെന്ന് ഞാൻ പറയുള്ളൂ. ഈ സയൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മാത്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. കണക്ക് സ്പന്ദനമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ്. നമ്മൾ ബേസിക് ആയിട്ടുള്ള മാത്സ് പഠിച്ചിരിക്കണം. ഈ ബേസിക് മാത്സിൻ്റെ ബേസിലാണ് സയൻസിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പം ഡെയിലി ലൈഫിൽ പറയുവാണെങ്കിൽ നമ്മൾ ഒരുപാട് ചാപ്റ്ററുകൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ +1 പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് മിക്കപ്പോഴും ചോദിക്കുന്നത് ഞങ്ങൾ എന്തിനാണ് ഇത്രയും പഠിക്കുന്നത്, അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഐൻസ്റ്റീൻ്റെ കാര്യങ്ങൾ ഇവർ കണ്ടുപിടിച്ച് ഞങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്. ബട്ട് ഇതിൻ്റെ എല്ലാം ബേസിക്കിലാണ് നിങ്ങൾ ഇന്ന് കാണുന്ന എല്ലാ ടെക്നോളജിയും ഉണ്ടായിട്ടുള്ളത്. ഈവൻ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് നമ്മൾ ഒരു മിററിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ റിഫ്ലക്ഷൻ കാണാം. അപ്പോൾ എന്താണ് റിഫ്ലക്ഷൻ? അല്ലെങ്കിൽ നമ്മളുടെ കണ്ണിൽ റിഫ്രാക്ഷൻ നടന്നിട്ടാണ് നമ്മൾ ഓരോ വസ്തുക്കളെയും കാണുന്നത്. ഇമേജ് ഫോർമേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കറണ്ടിനെ പറ്റി ആയിക്കോട്ടെ. നമ്മൾ ഗ്രാവിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് എർത്തിൽ നിൽക്കുന്നത് തന്നെ. അപ്പോൾ എന്താണ് ഗ്രാവിറ്റേഷൻ? മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ചുറ്റും കാണുന്ന ലൈറ്റ്, സൗണ്ട്, ഫിസിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള സ്റ്റഡീസാണ് നമ്മൾ സയൻസിൽ പഠിക്കുന്നത്. അത് ബയോളജി ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, കെമിക്കൽ റിയാക്ഷൻസ്, ഓരോ ആളുടെ ബോഡിയിലും അല്ലെങ്കിൽ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളാണ് ഈ കെമിക്കൽ റിയാക്ഷൻസ്. അതൊരു ഇക്വേഷൻ മാത്രമായിട്ട് കാണാതെ പഠിക്കുമ്പോഴാണ് നമുക്കിത് ടഫാവുന്നത്. അല്ലെങ്കിൽ ഡെറിവേഷൻ എങ്ങനെയും ജയിക്കാൻ വേണ്ടി കാണാതെ പഠിക്കുമ്പോഴാണ് ഇത് ടഫാവുന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഞാനുമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഇത് പഠിച്ചതുകൊണ്ട് എനിക്ക് ഭാവിയിലും യൂസ്ഫുൾ ആണ് എന്ന് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് ഇത് നമ്മൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് മാറുന്നത്. സോ പൊതുവെ ഞാൻ ചെയ്തു വരുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തു വരുന്നൊരു മെയിൻ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇനീഷ്യലി ഒരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് എന്തിനാണ് പഠിക്കുന്നതെന്ന് പിള്ളേരോട് ആദ്യമേ പറയും. ഇത് എവിടെയാണ് ആക്ച്വലി ഉപയോഗിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ലൈറ്റിനെ കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ സൗണ്ടിനെ കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ മാഗ്നറ്റിസം ആയിക്കോട്ടെ, ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, ഇങ്ങനെ ഏത് ടോപ്പിക്കാണെങ്കിലും ഇതിൻ്റെ കറണ്ട് എന്താണ് ടെക്നോളജി ആപ്ലിക്കേഷൻ ഇത് കൃത്യമായിട്ട് പറയും. നമ്മുടെ ക്ലാസ്സുകളിൽ ചുമ്മാ വന്ന് ക്ലാസ്സുകൾ എടുത്ത് കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്. അവർക്ക് കൂടുതലായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പറഞ്ഞാൽ കറണ്ട് ടെക്നോളജിയുടെ അവയർനെസ് കൊടുക്കും, ഇന്നോവേഷൻസ് പുതിയതായിട്ട് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ കൊടുക്കും, എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സയൻസ് എന്താണ്, അതിലെ മാത്സ് എന്താണ്, ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് തോന്നും ഇത് പഠിക്കാൻ. ആ ഒരു രീതിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അല്ല, ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഫിസിക്സ് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവിടെ പറയും പ്രവേഗം, അതിനെന്താ ഇംഗ്ലീഷിൽ പറയുന്നത്, വെലോസിറ്റി. ഇത് പലപ്പോഴും കിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ഒരു പെൻഡുലം ആട്ടിയിട്ട് തെക്കും വടക്കും ആടും. ഇതൊക്കെ ഞാൻ പഠിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അത്രമേൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അപ്പോൾ അതൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണോ അതോ നമ്മളത് പഠിച്ചിരിക്കേണ്ടതാണോ? നമ്മളുടെ ഇപ്പോഴത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് ലൈക്ക് എ മെമ്മറി ടെസ്റ്റ്.
അതായത് ഒരു വർഷം ഒരു കുട്ടി പഠിച്ചിട്ട് അവസാനത്തെ 2 മണിക്കൂറിൽ അവൻ എഴുതുന്ന പരീക്ഷയിലാണ് അവൻ ഇത് പഠിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല ആക്ച്വലി. അത് ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റത്തിൻ്റെ ഇഷ്യൂ ആണ്. ഞങ്ങളിപ്പോൾ ഫോറിൻ കൺട്രീസിലെ കുട്ടികളെ പഠിക്കുമ്പം അവർക്ക് ഒരു ടോപ്പിക്ക് പഠിക്കുമ്പം അതിൻ്റെ കൂടെ ഒരു സബ് ടോപ്പിക് ഉണ്ട്, ഇതിൻ്റെ ആപ്ലിക്കേഷൻ, ഡെയിലി ലൈഫിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളതും കൂടിയാണ് അവർ പഠിച്ചു പോകുന്നത്. നമുക്കതില്ല. നമ്മൾ കുറേ തിയറീസ് മഗപ്പ് ചെയ്ത് അത് ഒരു ഇയറിൻ്റെ എൻഡിൽ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ പേപ്പറിലേക്ക് എഴുതി വെക്കുന്നു, അതിനെ വാല്യൂ ചെയ്യുന്നു, അതിൻ്റെ ബേസിൽ മാർക്ക് കിട്ടുന്നു. ശരിക്കും ആ ഒരു സിസ്റ്റം മാറേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുട്ടികളിൽ എന്നുള്ള റിസൾട്ട് വളരെയധികം നമുക്ക് കൂടുതലായിട്ട് കിട്ടും. യഥാർത്ഥത്തിൽ നമ്മളുടെ സിലബസ് നല്ലത് തന്നെയാണ്, മോശമൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇത് പഠിപ്പിക്കുന്ന രീതി, അതായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർക്ക് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് ക്ലാസ്സുകൾ കൊടുക്കണം എന്ന രീതിയിൽ ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ ഈ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പലയിടത്തും നടക്കാറില്ല. അതായത് ഈ കുട്ടികൾക്ക് ഇത് കണ്ട് മനസ്സിലാക്കിയ ശേഷം പഠിക്കുമ്പോഴാണ് ഇവർക്കിത് ജീവിതത്തിലുള്ള അതിൻ്റെ ആപ്ലിക്കേഷൻ മനസ്സിലാക്കാൻ പറ്റുന്നത്. ചോദിച്ച പോലെ തന്നെ എന്തിനാണ് ഇത് പഠിക്കുന്നതെന്ന് അറിഞ്ഞതിന് ശേഷം അത് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക നമ്മുടെ ഉള്ളിലിരിക്കും ആ സാധനം. മിക്കപ്പോഴും ഒരു സ്റ്റുഡൻറ്റ് അവസാനം പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു വർഷം മുഴുവൻ പഠിച്ച ശേഷം അവസാനത്തെ എക്സാമിൽ എഴുതുന്ന ബേസ് ചെയ്തിട്ടാണ് ഇവനിത് പഠിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ആ എക്സാം എഴുതുന്ന ആ 2 മണിക്കൂർ അല്ലെങ്കിൽ ആ ഒരു ദിവസം അവന് വയ്യാതെ വന്നാലോ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വയ്യാതെ വന്നാലോ അവനത് പഠിച്ചില്ല എന്നതിന് അർത്ഥമില്ല. അപ്പോൾ ഒരു മെമ്മറി ടെസ്റ്റ് അല്ല ആക്ച്വലി പഠനം എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ നോളജ് ബേസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു കൺസെപ്റ്റ് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് അവരെ ഓരോ പഠിക്കുന്ന ഇപ്പോൾ 10 വരെ പഠിക്കുന്നത് എന്തിനാണ് ഞാൻ ഇത്രയും പഠിക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. അതായത് ചിലർ കൊമേഴ്സിലേക്ക് പോകാറുണ്ട്, ചിലർ ഹ്യൂമാനിറ്റീസ് എടുത്ത് പോകാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും സയൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണോ, അല്ലെങ്കിൽ സയൻസിലേക്ക് പോകുന്ന ഒരു ഹ്യൂമാനിറ്റീസ് പഠിക്കണം. ഇത് ഒരു ബേസാണ്. ഇത് നമ്മളുടെ ഒരു നോളജിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ബട്ട് പലപ്പോഴും സംഭവിക്കുന്നത് അവസാനത്തെ എക്സാമിന് മാർക്ക് മേടിക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്നു. ആ ഒരു രീതിയിലാണ് പേരൻസും കമ്പൽ ചെയ്യുന്നത്. അമ്പതിൽ എത്ര വേണം എന്നുള്ളതാണ് തീരുമാനം. അത്രേ ഉള്ളൂ. അത് പേരൻസ് ആണ് ഇപ്പോൾ ഡിസൈഡ് ചെയ്യുന്നത്. ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു സംസ്ഥാന വിദ്യാലയങ്ങളിലേക്ക്, അത് സ്റ്റേറ്റ് സിലബസിലേക്ക് വലിയൊരു തിരിച്ചുപോക്കുണ്ട്. നമ്മുടെ ഇവിടെ ഒരുപാട് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുണ്ട്. സ്റ്റേറ്റ് സിലബസ് ഉണ്ട്, അതുപോലെ CBSE ഉണ്ട്, ICC ഉണ്ട്, അങ്ങനെ കുറേ സിലബസുകളുണ്ട്. ഇതിലേതാണ് ഒരു വിദ്യാർത്ഥി തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് ഇന്നും വലിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഒരു കരിക്കുലം എക്സ്പേർട്ട് എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എല്ലാ സിലബസുകൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഓരോ സ്റ്റുഡൻസും ചൂസ് ചെയ്യേണ്ടത് അവൻ്റെ ഫ്യൂച്ചർ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ICC സിലബസുകളിലാണ്. ICC സിലബസ് വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ പഠിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഒരു സ്റ്റുഡൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ മുന്നോട്ടുള്ള സ്റ്റഡീസിൽ അവന് ഒരുപാട് യൂസ്ഫുള്ളാണ് ഈ ICC സിലബസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ CBSE സ്റ്റേറ്റോ മോശമല്ല. ഈ സിലബസുകളും പഠിക്കേണ്ട രീതിയിൽ പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളുടെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ലേണിംഗ് പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ ബേസ് പക്കയാവും. അതായത് ഒരു സ്റ്റുഡൻറ്റ് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കരിയർ എന്തായിരിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ടായിരിക്കണം. അതായത് ചിലർക്ക് ഒരുപക്ഷെ സയൻസ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഡോക്ടർ ആവാൻ, ചിലർക്ക് എഞ്ചിനീയർ ആവാൻ, ചിലർക്ക് ടീച്ചർ ആവാൻ, ചിലർക്ക് ലോയർ ആവാൻ, അങ്ങനെ പല പല പ്രൊഫഷൻസും ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത് ഒന്നെങ്കിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ. സോ അങ്ങനെ അല്ലാണ്ട് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള കരിയർ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ കൊടുക്കണം. അവൻ ഏതാണ് ഇഷ്ടമെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അവൻ്റെ മനസ്സിന് അതിൽ നമ്മൾ ഭയങ്കരമായിട്ടുള്ള കായികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമെങ്കിലും, അല്ലെങ്കിൽ ക്ലാസ്സിൽ തിയറി ഓറിയൻറ്റഡ് ക്ലാസ്സുകൾ കൊടുക്കുമെങ്കിലും ഒരു കുട്ടിക്കൊരു മെൻ്റൽ ഹെൽത്തിന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ പലപ്പോഴും ചെയ്യാറില്ല. ഇപ്പോഴും പല കുട്ടികൾക്ക്, ഈ ജെൻസി കുട്ടികൾക്ക് മിക്കപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ ഭയങ്കര കൂടുതലാണ്. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇവരങ്ങ് പേടിക്കുകയാണ്. എന്താണ് ഫ്യൂച്ചറിലേക്ക് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് എങ്ങനെ സെറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കൂൾ ലെവലിൽ തന്നെ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, ജനറലി കണ്ടുവരുന്നത് ഇപ്പം എൻ്റെ കുട്ടി ഈ ഒരു സബ്ജക്റ്റിന് വീക്കാണെങ്കിൽ നമ്മൾ അതിനാണ് ട്യൂഷൻ കൊടുക്കുക പൊതുവെ. ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ഏതിലാണോ അവന് താല്പര്യം അതിൽ കൂടുതൽ സപ്പോർട്ട് കൊടുത്താൽ അവൻ അതിൽ ഒരുപാട് ശോഭിക്കാം. കാരണം അതിലേ കാര്യമുള്ളൂ. അപ്പം അവന് ഇഷ്ടമില്ലാതോ അല്ലെങ്കിൽ എന്തോ ആയിരിക്കും, കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഡെഫിനറ്റ്ലി അതിന് സപ്പോർട്ട് കൊടുക്കണം. ബട്ട് അതിൻ്റെ കൂടെ തന്നെ മാത്സ് അവൻ ഓക്കെയാണ്, അവന് കെമിസ്ട്രിക്ക് ട്യൂഷൻ മതി എന്ന് പറയുന്നതിൽ നല്ലത് കെമിസ്ട്രിക്ക് ട്യൂഷൻ പൊക്കോട്ടെ, ബട്ട് മാത്തിനും കൂടി ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ
ഈ അവൻ്റെ നോളജ് കുറച്ചും കൂടി അവൻ അക്വയർ ചെയ്യാനും അതിനോടുള്ള താല്പര്യം കുറച്ചുകൂടെ കൂട്ടാനും അതിനെ സഹായിക്കും. എക്സ്പേർട്ട് ആണ് അല്ലെങ്കിൽ അതിൽ നല്ലതാണ്, കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിട്ട് അതിനെ സാധിക്കും എന്നുള്ളതാണ്. അത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അത് ഒരു പേരൻറ്റിനെ സംബന്ധിച്ച് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു പേരൻറ്റിനെ സംബന്ധിച്ച് അവരുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറയുന്നത് നല്ല എഡ്യൂക്കേഷനാണ്. അപ്പോൾ ആ ഒരു ചെറിയ സമയത്ത് തന്നെ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവന് നല്ല എക്സ്പേർട്ട് ടീച്ചേഴ്സിൽ നിന്നുള്ള നല്ല ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പേരൻസ് ശരിക്കും ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ തന്നെ അവൻ വലുതാകുമ്പോൾ അവന് കൃത്യമായിട്ട് അവൻ്റെ കരിയറിനെ പറ്റി ഒരു പ്ലാനിങ് ഉണ്ടാവും. ആ കരിയർ ബേസ് ചെയ്ത് അവൻ്റെ പക്ക ബേസ് ഉപയോഗിച്ചിട്ട് അവന് സ്വന്തമായിട്ടാണെങ്കിലും ആ കരിയറിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഇവിടെ വരുമ്പോഴാണ് ഒരു ടോക്സിക് പാരൻറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കേണ്ടത്. ആദ്യം പഠിത്തം പിന്നെ മതി കണ്ടുപിടുത്തം എന്ന് പറയുന്ന ഒരു ടോക്സിക് പാരൻറ്റിങ് സിസ്റ്റം ഇന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്ലൈ കിട്ടുന്നത് എൻജിനീയേഴ്സിനാണ്. നിങ്ങളുടെ സബ്ജക്റ്റിലാണ് ഏറ്റവും കൂടുതൽ പാസ് ഔട്ട് ആവാത്ത ഡ്രോപ്പ് ഔട്ടായി പോകുന്ന ആൾക്കാർ വരുന്നത്. എന്തുകൊണ്ടായിരിക്കും? അതൊരു പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണോ? ഒരുപാട് സ്റ്റുഡൻസ് എൻജിനീയറിങ്ങിലേക്ക് വരുന്നത് ഇതുപോലെ പേരൻസിൻ്റെ നിർബന്ധം കൊണ്ടാണ്. അങ്ങനെ ഞാൻ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്. ബട്ട് ഈ പറഞ്ഞ സബ്ജക്റ്റുകളിൽ അവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാക്കുന്ന ഒരുപക്ഷെ ടീച്ചേഴ്സിൻ്റെ രീതികളിലുണ്ടാകുന്ന കാര്യങ്ങളും കൂടിയുണ്ട്. എൻജിനീയറിംഗ് സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ പൊതുവേ ഇത്തിരി വാസ്റ്റാണ്, കുറേ പഠിക്കാനുണ്ട്, കുറച്ച് ടഫാണ്. ബട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് അവിടെ വരുന്നതെങ്കിൽ അയാൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ പഠിക്കുന്നത് മനസ്സിലാക്കി പഠിച്ചാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ബേസ് കറക്റ്റായിട്ട് കിട്ടുകയും എന്നാൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്ത്, അതായത് നമ്മൾ എൻജിനീയറിങ്ങിൽ എല്ലാത്തിനും നമ്മൾ ലാബുകളുണ്ട്. ഈ ലാബുകളും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പഠിക്കുന്ന സബ്ജക്റ്റ് കുറച്ചും കൂടെ ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ വന്നെങ്കിൽ മാത്രമേ അവൻ അതിൻ്റെ അകത്ത് സപ്ലൈ ഇല്ലാണ്ട് പോകാൻ പറ്റുള്ളൂ. പലരും എന്ത് ചെയ്യും? അവസാനമാകുമ്പോൾ ഞാൻ പഠിക്കാമെന്നുള്ള രീതിയിൽ വരും. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. അവസാനമാകുമ്പോഴത്തേക്കും ഇത്രയും പഠിക്കാനുണ്ടല്ലോ. ലാസ്റ്റ് ഇപ്പം നമ്മൾ 10, +1, +2 ഒക്കെ എന്തായിരിക്കും ലാസ്റ്റ് മൊമെൻറ്റിലായിരിക്കും പഠിക്കുന്നത്. ഈ സെയിം പാറ്റേൺ എടുത്ത് എൻജിനീയറിങ്ങിലേക്ക് കൊണ്ടിടും. പക്ഷേ എൻജിനീയറിങ്ങിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഇതുവരെ പഠിച്ചതുപോലല്ല, അതിനേക്കാൾ ഒരുപാട് പഠിക്കാനുണ്ട്. തലേദിവസം ഇവൻ പഠിച്ച് തീരത്തില്ല, അവന് ഒരു സബ്ജക്റ്റ് സപ്ലൈ ആവും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ രണ്ടാമത് വീണ്ടും സപ്ലൈ ആവും. സപ്ലൈ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നോർമൽ സബ്ജക്റ്റ് എഴുതുന്ന കൂടെ തന്നെ സപ്ലൈ സബ്ജക്റ്റ് വീണ്ടും പഠിക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ വന്നിട്ട് ഹെക്റ്റിക് ആവുന്നു, പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കേസസ് ഉണ്ട്. സോ പഠിക്കുന്നത് റെഗുലറായിട്ടൊരു സിസ്റ്റം വെച്ച് പഠിച്ചു പോകാമെങ്കിൽ ഉറപ്പായിട്ടും പാസ്സാവാൻ പറ്റും. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡ് അത് എപ്പോഴും നമ്മൾ എത്ര കാലം പഠിക്കുന്നോ അതുവരെ ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരുപാട് ബേർഡൻ ആയിട്ട് അത് വരില്ല. തീർച്ചയായിട്ടും. ഞങ്ങളെപ്പോഴും പഠിക്കുന്ന കാലഘട്ടത്തിൽ പറയാണ്ട് ഫ്രണ്ട് ബെഞ്ചിലിരുന്നവൻ IAS ആയി, സെക്കൻഡ് ബെഞ്ചിലിരുന്നവൻ പോലീസായി, തേർഡ് ബെഞ്ചിലിരുന്നവൻ വക്കീലായി, ഫോർത്ത് ബെഞ്ചിലിരുന്നവൻ നാട്ടിലേക്ക് നികുതി അടയ്ക്കുന്ന വലിയ സംരംഭകനായി, പഠിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, കോടീശ്വരനാകും. മറ്റേ അയാൾ ഡ്രോപ്പ് ഔട്ടായിരുന്നു, മറ്റേ പുള്ളി അവിടെ നിന്ന് ഡ്രോപ്പ് ഔട്ടായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരാണ് ലോകം സൃഷ്ടിച്ചതെന്ന് പറയുന്നൊരു മിഥ്യാധാരണ പലപ്പോഴും പലയിടത്തും കാണാറുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ നേരെ തിരിച്ച നന്നായി പഠിച്ച് നല്ല ജോലി കിട്ടി സപ്ലൈ ഇല്ലാത്ത എൻജിനീയേഴ്സായിട്ട് വന്ന, അല്ലെങ്കിൽ എല്ലായിടത്തും മെറിറ്റിൽ കയറി വന്നവരാ. അപ്പോൾ നിങ്ങൾക്ക് ഈ പഠിക്കുന്നവരോട് പഠിക്കാത്തവരോടും പറയാനുള്ളൊരു ഉപദേശം എന്താ? അവർ സംരംഭകരാകുമെന്നോ രക്ഷപ്പെടുന്നു, അങ്ങനെ രക്ഷപ്പെട്ടവരുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്താണ് അതിൽ പറയാനുള്ളത്? പഠിത്തം അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണോ? 100% മാർക്ക് വാങ്ങിച്ചതുകൊണ്ട് ഒരാൾ ലൈഫിൽ വിജയിക്കും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് ലൈഫ് നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് മിക്കപ്പോഴും. അപ്പോൾ ഒരു സംരംഭകനെ സംബന്ധിച്ച് അയാളുടെ ഹാർഡ് വർക്ക്, അയാളുടെ കൺസിസ്റ്റൻസി, അയാളുടെ പങ്ക്ച്വാലിറ്റി, ഇത് മൂന്നും കൃത്യമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അയാൾ അതിനകത്ത് വിജയിക്കാൻ പറ്റും. ഒരുപാട് പേര് നമ്മൾ പുറകോട്ട് വലിക്കാനുണ്ടാവും. ബട്ട് ഇതിൽ നിന്നെല്ലാം തരണം ചെയ്ത് നമ്മളുടെ ആ ഒരു ഡ്രീം, നമ്മളുടെ ആ ഒരു ലക്ഷ്യം, അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ പറ്റും. നിങ്ങളുടെ മാർക്സ് ഒന്നും അല്ല അതിൽ കാര്യം. പഠിക്കുക എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ നോളജ് ബേസിനാണ്. അതായത് ഞാൻ പുറത്തോട്ടിറങ്ങി നാളെ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ സമൂഹത്തിൽ ഒരു വ്യക്തിയായിട്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ സമൂഹത്തെപ്പറ്റി, എൻ്റെ ചുറ്റുപാടിനെ പറ്റി ഒരു അറിവുണ്ടാവണം. അതിനു വേണ്ടിയിട്ട് പഠിക്കാനാണ് ഞാൻ പലപ്പോഴും പറയാറ് കുട്ടികളുടെ അടുത്ത്, അറിയാനായി പഠിക്കുക. അങ്ങനെ പഠിക്കുന്ന ഒരാൾക്ക് പല സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ, അത് ഒന്നെങ്കിൽ ബിസിനസ് മാൻ ആവാം, ഈ പറഞ്ഞ പോലെ ഡോക്ടറോ IAS എഞ്ചിനീയറോ ഏതിലേക്ക് പോകുമ്പോഴും അവർ ഈ പഠിച്ചതാണ് അവരുടെ ഏറ്റവും വലിയ ബേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് വേറൊന്നും ഞാൻ ബാക്കപ്പായിട്ട് നോക്കിയിട്ടില്ല. എൻ്റെ അറിവാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അതിനെ മാക്സിമം എന്നിലൂടെ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുക തന്നെ ചെയ്തത്. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക്, ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യമാണ്. അത് നമുക്ക് പാർവതിയോട് ചോദിച്ച് തന്നെ നമുക്ക് നിർത്താം. തൃപ്പൂണിത്തുറയിൽ നിങ്ങളൊരു ഓഫീസ് തുടങ്ങി, ഒട്ടനവധി ഫ്യൂച്ചർ ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ട്.
എന്താണ് പാർവതിയാണ് ബാക്ക് ബോൺ എന്ന് എപ്പോഴും അരുൺ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് പാർവതിയുടെ ലക്ഷ്യങ്ങൾ, എന്താണ് ഈ ഒരു സംരംഭത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ലക്ഷ്യം, ഇനി എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ തൃപ്പൂണിത്തുറയിൽ മെയിൻലി ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് ആണ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. കുട്ടികൾക്ക് അവിടെ വന്ന് നിന്ന് പഠിച്ചു പോകാൻ ഉള്ള ഒരു അവസരം. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ സൈബർ സെക്യൂരിറ്റിയുടെ കോഴ്സസും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ വർക്കുകൾ, ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 1 ഇയറിനുള്ളിൽ തന്നെ അതും സ്റ്റാർട്ട് ചെയ്യാൻ ആണ് ഞങ്ങളുടെ പ്ലാനിങ്. തൃപ്പൂണിത്തുറ ക്യാമ്പസ് മെയിൻലി 8 തൊട്ട് +2 വരെയുള്ള സ്റ്റുഡൻസിൻ്റെ ബേസിക് എഡ്യൂക്കേഷൻ ഞങ്ങളവിടെ കൊടുക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ എൻട്രൻസ് കോച്ചിങ്ങിൽ നീറ്റ്, JEE, കീം, അതുപോലെ തന്നെ ബിറ്റ്സാറ്റ് പോലുള്ള എല്ലാ എൻട്രൻസ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ എൻട്രൻസിൻ്റെയും കോച്ചിങ്, അത് ഇൻഡിവിജ്വൽ കെയർ കൊടുത്ത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള അറ്റൻഷൻ കൊടുത്ത് പഠിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ കേരളത്തിൽ തന്നെ മികച്ച ഒരു ഫാക്കൽറ്റീസിൻ്റെ ഒരു ടീം തന്നെ ഞങ്ങൾക്ക് അവിടെ ഉണ്ട്. മെയിൻലി ഇപ്പം ഒരു ക്ലാസ് നിറയെ കുട്ടികളെ കയറ്റിയിരുത്തി പഠിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഞങ്ങൾക്കില്ല. അവിടെ കുറച്ച് കുട്ടികളെ ഉള്ളെങ്കിലും ആ ഓരോ കുട്ടിക്കും പ്രോപ്പറായിട്ട് എന്താണ് അവൻ പഠിക്കുന്നതെന്ന് മനസ്സിലാക്കി പഠിപ്പിച്ച് അവൻ്റെ എൻട്രൻസ് റിസൾട്ടിലും ഫ്യൂച്ചറിലുള്ള അവൻ്റെ ജീവിതത്തിലും അതിന് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു ക്യാമ്പസ് തന്നെ ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഹൈബ്രിഡ് ക്യാമ്പസ് ആണ് ആക്ച്വലി. പിന്നെ അതിനെ കണക്ട് ചെയ്ത് തന്നെ BTech ട്യൂഷൻസ് ഉണ്ട്. എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ സപ്ലി വരുന്ന സപ്ലി മാക്സിമം അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ സപ്ലി എന്ന് പറയുന്ന ആ ഒരു സ്ട്രഗിളിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് കുറച്ച് ട്രിക്സ് ഒക്കെ ഉണ്ട്. ആ രീതിയിൽ BTechൻ്റെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ സൈബർ സെക്യൂരിറ്റി, അതായത് ഫ്യൂച്ചർ എന്ന് പറയുന്നതിൽ AI, സൈബർ സെക്യൂരിറ്റി, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ സൈബർ സെക്യൂരിറ്റിയുടെ ഒരു ടീം തന്നെ ഞങ്ങൾക്കുണ്ട്. ആ സൈബർ സെക്യൂരിറ്റിയുടെ കോഴ്സുകളും മുന്നോട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ നമ്മളുടെ ലൈഫിൽ കുറച്ച് കുഞ്ഞു കുട്ടികൾ മുതൽ വളരെ വലിയ ആൾക്കാർ വരെ എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഇവർക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് കൊടുക്കണം. ഫിഷിംഗ് അറ്റാക്കിനെ പറ്റിയൊക്കെ ഒരുപക്ഷെ അറിയുമായിരിക്കും. അപ്പോൾ നമ്മൾ മറ്റൊരാളെ ഹാക്ക് ചെയ്യുക എന്നുള്ളതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഹാക്ക് ചെയ്യപ്പെടാതിരിക്കുക എന്നാണ്, പ്രതിരോധമാണ്. കറക്റ്റ്. ആ രീതിയിൽ നമ്മളുടെ ഡേറ്റ സേഫ് ആക്കാൻ എന്ത് ചെയ്യണം? നമ്മളുടെ പേഴ്സണൽ ഡേറ്റ ഒരുപാട് ലീക്ക് ആവുന്നുണ്ട്. നമ്മളുടെ ഒരു കണക്ക് പ്രകാരം ഓരോ 37 സെക്കൻഡിലും ഒരാൾ സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട്. ഈ 37 സെക്കൻഡിലുണ്ടാകുന്ന സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വന്ന് കമൻ്റ് അടിക്കുന്ന ആ ഒരു സൈബർ അറ്റാക്ക് അല്ല, ദ റിയൽ സൈബർ അറ്റാക്ക്. മീൻസ് അവരുടെ പേഴ്സണൽ ഡേറ്റ തെഫ്റ്റ്, അതുപോലെ തന്നെ വീഡിയോസ്, അതുപോലെ തന്നെ അവരുടെ ഫോട്ടോസ്, ഫിനാൻഷ്യലായിട്ടുള്ള ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, ഇതെല്ലാം പ്രോപ്പറായിട്ട് ഒരു ടീം വിചാരിച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ സെക്യൂർ ആവാം? നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പം മജോറിറ്റിയും ഡിജിറ്റലാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ ഡേറ്റ സേഫ് ആക്കാൻ നമുക്ക് അറിയണം. സോ അത് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്ലാസ്സുകളും സെമിനാർസും ഒക്കെ കണ്ടക്ട് ചെയ്യാനും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഞങ്ങളുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലും മൊത്തം ഞങ്ങൾ ഈ ഒരു ബ്രാൻഡിനെ എസ്റ്റാബ്ലിഷ്ഡ് ആക്കുക എന്നുള്ളത് തന്നെയാണ്. വലിയൊരു ലക്ഷ്യമാണ്. നമ്മൾ അന്ന് തുടങ്ങിയത് ഒരു ട്യൂഷനിൽ നിന്നാണെങ്കിൽ ഇന്ന് ഒട്ടനവധി സാധനങ്ങൾ നിങ്ങളുടെ ബാസ്ക്കറ്റിലുണ്ട്. വരുന്ന ആൾക്കാർക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു കുട്ടിയെ പഠിപ്പിച്ചെടുക്കാവുന്ന, ഇതെടുക്കേണ്ടവർക്ക് ഇത് അവരുടെ അഭിരുചികൾക്കനുസരിച്ചിട്ട് അവരെ മാറ്റാനുള്ള വലിയൊരു ബാസ്ക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. അതിലേക്ക് ഇനിയും ഉൽപ്പന്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കട്ടെ. അതിലേക്ക് ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾ വരട്ടെ, അവർ പഠിക്കട്ടെ. വെറുതെ പഠിക്കേണ്ടതല്ല, നമ്മൾ പറഞ്ഞ പോലെ എപ്പോഴും നമുക്ക് ആ ഒരു വാക്ക് മനസ്സിലാക്കി പഠിക്കട്ടെ എന്നുള്ള ഒരു സബ്ജക്റ്റിന് നമുക്ക് വലിയൊരു ഊന്നൽ കൊടുക്കാം. കോട്ടയത്ത് നിന്ന് കൊച്ചിയിലേക്ക് വന്ന് ലോകമൊട്ടാകെ വളരട്ടെ, പരക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവിടെ വന്നതിലും സംസാരിച്ചതിലും എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. ഒരിക്കൽ കൂടെ വന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.